ഇന്നത്തെ സെഷൻ നമ്മുടെ മൈൻഡ് ബോഡി കണക്ഷൻ ആണ്. അപ്പൊ ഇന്ന് 6ാമത്തെ ദിവസമാണ്. വെൽമൈൻഡ് ആഭിമുഖ്യത്തിലുള്ള ഇമോഷണൽ റീഅലൈൻമെന്റ് എന്നുള്ള സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷബാസ് മാമിനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ പാർട്ടിസിപ്പൻസിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഷബാസ് മാം ഫോർ ടുഡേ സെഷൻ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 6ാമത്തെ ക്ലാസ് നമ്മുടെ മൈൻഡും ബോഡിയും തമ്മിലുള്ള കണക്ഷൻ ആണ്. അതായത് മൈൻഡും ബോഡിയും എത്രത്തോളം റിലേറ്റഡ് ആണ് എന്നതാണ് നമ്മൾ ഇതിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ മൈൻഡ് ഇന്ന് ഡൗൺ ആവുമ്പോൾ പലപ്പോഴും അത് നമ്മുടെ ബോഡീനെ അഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ ബോഡി ഡൗൺ ആവുമ്പോൾ നമ്മളുടെ മൈൻഡിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. മൈൻഡ് ബോഡി കണക്ഷൻ. The mind and body constantly communicate. അതായത് മൈൻഡും ബോഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തോട്ട് ഇൻഫ്ലുവൻസസ് ദ ബോഡി, ബോഡി സെൻസേഷൻസ് ഇൻഫ്ലുവൻസ് ഇമോഷൻസ് ആൻഡ് തിങ്കിങ്. അതായത് നമ്മുടെ ബോഡി സെൻസേഷൻ നേരെ തിരിച്ചു നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ ചിന്തകളെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. ഒരിക്കലും മൈൻഡും ബോഡിയും സെപ്പറേറ്റ് അല്ല. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിള്, നമ്മള് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഫ്രണ്ടില് ഒരു ആക്സിഡന്റ് കണ്ടു എന്ന് വിചാരിച്ചു. ആ ഒരു ആക്സിഡന്റ് ആ ഒരു മൊമെന്റിൽ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി എങ്ങനെ അതിനെ റിയാക്ട് ചെയ്യും? ഇത്രയും നേരം പവർഫുൾ ആയിട്ടിരുന്ന നമ്മുടെ ബോഡിക്ക് ചിലപ്പോ ആ സമയത്ത് അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോ ഞെട്ടിത്തരിച്ച് നിന്ന് പോകും. നമ്മുടെ ബോഡി പോലും പലപ്പോഴും വീക്കായി പോകും. ഒരു നിമിഷം എന്റെ ലൈഫിൽ എനിക്ക് വളരെ പറയാൻ സാധിക്കുന്ന ഞാനൊരു ദിവസം വീട്ടിലെ ഫ്രണ്ടില് കാർപോർട്സിൽ നിൽക്കുമായിരുന്നു. ആ കാർപോർട്സിൽ നിൽക്കുന്ന സമയത്ത് ഒരു കാറ് വളരെ ഫാസ്റ്റ് ആയിട്ട് വന്നിട്ട് ഞങ്ങളുടെ മതിലിന്റെ സൈഡിൽ തന്നെ ഉള്ള അതിലുണ്ടായിരുന്ന വ്യക്തി സപ്നാജിയുടെ ബ്രദറൊക്കെ അതിലുണ്ടായിരുന്നു. എന്തോ അവരുടെ ബ്രേക്ക് എന്തോ പ്രശ്നം പറ്റുമോ എന്തോ സംഭവിച്ചിട്ട് 2-3 കുട്ടികളായിരുന്നു അതിലുണ്ടായിരുന്നത്. അവരുടെ വന്ന് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഇടിച്ചു. അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന. ഞാൻ എന്തോ ആവശ്യത്തിന് വേണ്ടി ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലേക്ക് വരികയാണ്. ഞാൻ വന്ന് നിന്ന് കഴിഞ്ഞിട്ട് നേരിട്ട് കാണുകയാണ് ഞാൻ. കാരണം എന്റെ അടുത്തേക്ക് വരുന്ന രീതിയിലാണ് അത് വരുന്നത്. വന്നു ഇടിക്കുന്നു. അത് നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തത് എന്റെ കൈയും കാലും തളർന്നു പോകുന്നത് പോലെ. അതായത് എനിക്ക് അവിടെ എന്താ സംഭവിച്ചേ, എന്റെ തൊട്ട് താഴെ അതിന്റെ പീസ്, അവരുടെ വണ്ടിയുടെ പീസ് ഒടിഞ്ഞത് തെറിച്ച് വന്ന് എന്റെ കാലിന്റെ താഴെ വീണു. പക്ഷെ ഞാൻ ആ ഒരു നിമിഷം ശരിക്കും നമ്മൾ പറയില്ലേ കൈയും കാലും വിറച്ചു പോകുന്നു പറയില്ലേ, എന്തോ തല കറങ്ങുന്ന പോലെയോ. എന്താണ് ആ സമയത്ത് എനിക്കുണ്ടായ ഇമോഷൻ എന്ന് നമുക്ക് ഇമോഷൻ അല്ല നമ്മുടെ ബോഡിക്ക് ഉണ്ടായത്. അതായത് അവിടെയാണ് സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരെ പോയി ഒന്ന് സഹായിക്കുക, ഇറങ്ങി ചെല്ലുക എന്നതൊക്കെയാണ് വേണ്ടത്. പക്ഷെ ഒരു നിമിഷം ഞാൻ ആ ഒരു സമയത്ത് ഫ്രീസ് ആയിട്ട് നിന്ന് പോയി എന്ന് മാത്രമല്ല, എനിക്ക് എന്തോ കൈയും കാലും തളർന്നു പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ആ മൈൻഡിലേക്ക് ആ ഒരു സംഭവം ഇൻസിഡന്റ് വന്നു. ഞാൻ വേറെ ഒരു ഇതും ഇല്ലാതെ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നപ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് കണ്ടപ്പോ എനിക്ക് എന്താണ്, ആ ഒരു ഇൻസിഡന്റിന്റെ ആ ആഘാതം, ഇമോഷൻ എന്റെ ഉള്ളിലേക്ക് പോയി. അത് നേരെ ബോഡിക്ക് ഒരു പ്രശ്നമില്ലാത്ത ഞാനാണ്, പക്ഷെ ആ ഒരു സമയത്ത് എന്റെ കൈയും കാലും തളർന്നു പോകുന്നതായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പൊ സൗണ്ട് കേട്ടോണ്ട് മോള് ഉള്ളിൽ നിന്ന് ഓടി വന്നു. എന്നിട്ട് ചോദിച്ചു, ഉമ്മി എന്താ ഇങ്ങനെ നിക്കണേ എന്ന് ചോദിച്ചു. എന്നിട്ടാണ് അവള് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോ ഉമ്മി ഇറങ്ങിച്ച് ആ ഒരു നിമിഷം ഞാൻ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുക ചെയ്തത്. എന്താന്ന് നോക്കുമ്മി എന്നും പറഞ്ഞ് കാരണം മോൾ ഉള്ളിൽ നിന്നാണ് പുറത്തേക്ക് വന്നത്. ഞാൻ മാത്രമാണ് ഈ സംഭവം കാണുന്നത്. പക്ഷെ എനിക്ക് ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റാത്ത പോലെ ഞാൻ ടയേർഡായി പോവാണ് എനിക്ക് ചെയ്തത്. കുറച്ചു നാളത്തേക്ക് ആ ഒരു ഇൻസിഡന്റ് എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മുടെ കാലം കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം മറന്നു പോകുമെന്ന് പറയുമ്പോൾ പക്ഷെ അന്ന് ആ ഒരു സംഭവം ഉണ്ടായി. അതിലുള്ള കുട്ടികൾക്ക് ആർക്കും ഒന്നും വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഫാദറൊക്കെ വന്ന് പോയി പിള്ളേരെ പുറത്തിറക്കി
അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ അവരെ സേഫ് ആയിട്ട് പിന്നെ അപ്പൊ തന്നെ അവരുടെ പേരൻസിനെ വിളിച്ചു. അവര് വന്നു. പിന്നെ വണ്ടിക്ക് എന്തോ ചെറിയ കംപ്ലൈന്റ്സും കാര്യങ്ങളുണ്ടായിരുന്നു. വണ്ടി ഒതുക്കിയിട്ടിട്ട് അവര് പേരൻസിന്റെ കൂടെ പോവുകയാണ് ചെയ്തത്. പക്ഷെ ആ ഒരു സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് വന്ന ഒരു എഫക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ വേറെ ഒന്നും ഇല്ലാതെ നിന്ന് എനിക്ക് പെട്ടെന്ന് എന്റെ കൈയും കാലും തളർന്നു പോകുന്നത് പോലെ ഫീൽ ചെയ്തു. ആ ഒരു സമയത്തുണ്ടായ ആ ഒരു ഷോക്കിൽ നിന്നാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് ഭയങ്കര ഇതൊക്കെ ഇതായിട്ടായിരിക്കും. നമ്മൾ സങ്കടം വരുമ്പോഴോ അല്ലെങ്കിൽ ഇത് വരുമ്പോഴോ അല്ലേ തൂങ്ങിയിരിക്കാന്ന് പറയും അല്ലേ? കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മള് എനർജറ്റിക് ആയിട്ടാണോ ഇരിക്കുന്നത്? മേരി കുഞ്ഞു മാം അല്ല, നമ്മള് ഇങ്ങനെ ഒരു ഒരു സങ്കടം വരുമ്പോൾ നമ്മുടെ ബോഡിയും അതനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. ഈ സങ്കടം മാറാൻ നമുക്കൊന്ന് ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ് ഒന്ന് ഇതൊക്കെ മാറൊക്കെ വിരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അതിന് നേരെ തിരിച്ചൊരു റിയാക്ഷൻ ആണ് അതിൽ വരുന്നത്. അതായത് നമ്മുടെ ബോഡിയും മൈൻഡും തമ്മിൽ നല്ല കണക്റ്റഡ് ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് മൈൻഡിന് സങ്കടം വരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബോഡിക്കും പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. നമ്മള് ക്രോണിക് സ്ട്രെസ് ഉള്ളവര്, എപ്പോഴും സ്ട്രെസ് ഉള്ളവർക്ക് അവർക്ക് എന്താണ് മിക്കവർക്കും ഒന്നല്ലെങ്കിൽ അബ്ഡോമിനൽ ഇഷ്യൂസ് ഉണ്ടാവാം, ബാക്ക് പെയിൻ ഉണ്ടാവാം, പിന്നെ കാല് വേദന ഉണ്ടാവാം. ഇതെല്ലാം അതായത് നമ്മുടെ മൈൻഡില് ഇഷ്യൂസ് ആണ് നമ്മുടെ ബോഡിയിലെ എല്ലാ അസുഖങ്ങളും എന്നല്ല പറയുന്നത്, പല ഇതും. അതായത് നമുക്ക് തലവേദന, ഒരുപാട് സ്ട്രെസ് വരുമ്പോഴത്തേക്ക് തലവേദന വരാം. അതുപോലെ നടുവേദന, കാലുവേദന, ഇങ്ങനെയുള്ള നീ പെയിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മൈൻഡിന്റെ സ്റ്റേറ്റ് അനുസരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് അതിന് ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. അതായത് നമ്മുടെ തോട്ട് നമ്മുടെ ബോഡിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ചിലർ മുഖം കാണുമ്പോൾ തന്നെ ചിലർ ചോദിക്കും ഇന്നെന്താ ഗ്ലൂമി ആയിട്ടിരിക്കുന്നത്? എവിടെയാണ് ഗ്ലൂമി ആയിട്ട് വരുന്നതിന്റെ ആദ്യം തോട്ട് മൈൻഡിൽ വന്ന് അതിന്റെ ഇതാണെന്ത് ഫേസിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അത് ബോഡിയിലേക്കും വരുന്നു. അതുപോലെ നമ്മുടെ ബോഡി സെൻസേഷൻസ് അത് നമ്മുടെ ഇമോഷൻസിനെയും തിങ്കിങ്ങിനെയും ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോ നമ്മള് ഒന്നും വേണ്ട, ഒരു കാമായിട്ടുള്ള നല്ല തണുത്ത നല്ലൊരു റൂമിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്താണ് നല്ലൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ആയിരിക്കില്ലേ? AC ഒക്കെ ഇട്ട് നല്ല ഒരു മെലഡി സോങ് ഒക്കെ ഇട്ട് നല്ല കുറച്ച് സുഗന്ധമൊക്കെ ഉള്ള, നമുക്ക് ഇഷ്ടപ്പെടുന്ന സുഗന്ധമൊക്കെ ഉള്ള നമുക്ക് ഇഷ്ടമുള്ള ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെന്റും അല്ലെങ്കിൽ ആ ഒരു കളറും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു റിലാക്സേഷൻ ഫീലിംഗ് നമുക്ക് അനുഭവപ്പെടും. പകരം നമ്മൾ ഭയങ്കര കൺജസ്റ്റഡ് ആയ ഒരു റൂമിൽ കൊണ്ടുപോയി ഇരുത്തി അവിടെ കുറെ പേരുണ്ട്, പ്രോപ്പർ ഫാൻ ഇല്ല, നല്ല ചൂട്, കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് നമ്മുടെ ഇമോഷൻസിൽ മാറ്റം, നമുക്കൊരു ഇറിറ്റേഷൻ, ദേഷ്യം, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയാൽ മതി എന്നുള്ളൊരു തോട്ടിലേക്ക് വരും. ഇല്ലേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അപ്പൊ നമ്മുടെ ബോഡി സെൻസേഷൻസ് നമ്മുടെ ഇമോഷൻസിനെയും ചിന്തകളെയും ഇപ്പോ ഈ പറഞ്ഞതുപോലെ നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് എങ്കിൽ നമുക്ക് അവിടെ നമുക്ക് കിട്ടുന്ന അവിടെ നിന്ന് വേറെ കാര്യമായ ഇൻപുട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കുന്നതിന് എന്താണ് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോ നേരെ തിരിച്ച് നമ്മളെ ഇതേ രീതിയിൽ ചൂടും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ഒരു സ്പീച്ച് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റുമോ? നമുക്ക് ഇരിക്കാൻ തന്നെ പറ്റൂല, കാരണം സംഭവം ഇഷ്ടമല്ല. അപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോകണം എന്നുള്ള മൈൻഡിലായിരിക്കും, നമുക്ക് ഇറിറ്റേഷൻ തന്നെയായിരിക്കും. പകരം അത്യാവശ്യം നല്ല ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസിലാണ് നമുക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു സ്പീച്ച് ആണെങ്കിലും ബാക്കിയുള്ള അവിടെയുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം സ്റ്റേബിൾ ആയതുകൊണ്ട് ആ എന്താണ് സ്പീച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കുന്നതിന് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ? രണ്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. അപ്പോ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കാര്യങ്ങൾ അല്ലെങ്കിൽ ബോഡിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിനെയും മൈൻഡിലുള്ള കാര്യങ്ങൾ നമ്മുടെ ബോഡിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. മൈൻഡും ബോഡിയും തമ്മിൽ
എന്താണ് വളരെ അടുത്ത റിലേഷൻ തന്നെയാണ്. മൈൻഡിലുള്ള ചേഞ്ചസ് ബോഡിയിലും, ബോഡിയിലുള്ള ചേഞ്ചസ് മൈൻഡിലേക്കും വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ബോഡിയിൽ നമ്മൾ കാണുന്ന ഇഷ്യൂസ്, ഇപ്പൊ എന്തെങ്കിലും നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതല്ലെങ്കിലും നമ്മുടെ മൈൻഡിനെ നമ്മൾ കംഫർട്ട് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ സാധിക്കും. എന്നാലും ബോഡി ആയിട്ട് നല്ല കണക്റ്റഡ് തന്നെയാണ് മൈൻഡ്. ബോഡിയിൽ വരുന്ന കാര്യങ്ങൾ നമ്മളെ നല്ല രീതിയിൽ മൈൻഡ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോ നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേർഡാണ് മൂഡ് സ്വിങ്സ്. എന്തുകൊണ്ടാണ് മൂഡ് സ്വിങ്സ് ശരിക്കും വരുന്നത്? എന്താ, ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ആണ് ആ മൂഡിലേക്ക് മാറുന്നത്, അല്ലെ? അവിടെ വരുന്ന ഹോർമോണിന്റെ ചേഞ്ചസ്, അത് പീരിയഡ്സിന്റെ സമയത്ത് സൈക്കിൾസ് അനുസരിച്ച് അവിടെ വരുന്ന ഹോർമോണിന്റെ ചേഞ്ചസ് ഉണ്ട്. ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളിൽ ഉള്ള വേരിയേഷൻസ്, അതായത് ബോഡിയിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് ആണ്, അത് മൈൻഡിലേക്ക് മാറാണ്. അപ്പൊ അവിടെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസും നമ്മുടെ മൈൻഡിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, മൈൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസും നമ്മുടെ ബോഡിയെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് മൈൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ബോഡിയെ അഫക്ട് ചെയ്യുന്നതിന് എക്സാമ്പിൾ ആണ് നമുക്ക് ഈ പറഞ്ഞ പോലെ തലവേദന, ബാക്ക് പെയിന്, കാലുവേദന, കൈവേദന, ക്ഷീണം തോന്നല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത്. നേരെ തിരിച്ചെന്താണ്, നമ്മുടെ ബോഡി പ്രോപ്പർ രീതിയിലല്ല. ഇപ്പൊ നമ്മൾ നല്ല ക്ഷീണിതമായിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിൽ പല കാര്യങ്ങൾക്കും നമുക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ, ദേഷ്യം നമ്മുടെ മൈൻഡിലും അത് അതിനനുസരിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തോട്ട്സ് നമ്മുടെ ബോഡിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബോഡിയുടെ ഇൻഫ്ലുവൻസ്, ബോഡിയുടെ സെൻസേഷൻ നമ്മുടെ ഇമോഷൻസിനെയും തിങ്കിങ്ങിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. എക്സാമ്പിൾസ് ഓഫ് മൈൻഡ് ബോഡി ഇന്ററാക്ഷൻ, അതായത് സ്ട്രെസ്ഫുൾ തോട്ട് വരുമ്പോൾ നമ്മുടെ ഷോൾഡേഴ്സ് ടൈറ്റ് ആവാറുണ്ട്. അതുപോലെ ഫിയർ വരുമ്പോഴത്തേക്കും ഫാസ്റ്റ് ഹാർട്ട് ബീറ്റ്, അല്ലെ? പേടി വരുമ്പോഴത്തേക്കും, അല്ലെ? പല പേടികൾ വരുമ്പോഴും നമുക്ക് പെട്ടെന്ന് നെഞ്ചിടിക്കും. അതുപോലെ എന്താ, വറി വരുമ്പോഴത്തേക്കും ഷാലോ ബ്രീത്തിങ്. അതുപോലെ എന്താ, നമ്മൾ നല്ല കാം ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, കാം ആയിട്ട് ബ്രീത്ത് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ മസിൽസ് ഒക്കെ എന്തായിരിക്കും, റിലാക്സ്ഡ് ആയിരിക്കും. അതുപോലെ നമ്മൾ ഹോപ്പ്ഫുൾ ആയിട്ട് തോട്ട്സ് വരുമ്പോൾ നമുക്ക് കൂടുതൽ എനർജി ഫീൽ ചെയ്യുന്നു. ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മൈൻഡും ബോഡിയും തമ്മിൽ നല്ല ഇന്ററാക്ഷൻ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതല്ലേ, അല്ലേ? നമ്മുടെ ലൈഫിൽ നമുക്ക് പലപ്പോഴും അനുഭവിക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം, അല്ലേ അനി മാം? ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മൈൻഡും ബോഡിയും തമ്മിൽ നല്ല ഒരു ഇന്ററാക്ഷൻ ഉണ്ട് എന്ന്. അപ്പോ നമുക്ക് ഇത്രയും പറഞ്ഞതിൽ നിന്ന് കിട്ടുന്ന നമുക്കൊരു ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മള് പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ എന്താണ്, അയ്യോ ഈ രീതിയിൽ ഞാൻ ഇപ്പൊ നമ്മൾ റിയാക്ഷനും റെസ്പോൺസും കഴിഞ്ഞ ചാപ്റ്ററുകളിൽ പഠിച്ചതാണ്, ഈ രീതിയിൽ നമ്മൾ പ്രതികരിക്കേണ്ടിയിരുന്നില്ല. പക്ഷെ എന്താണ്, നമ്മൾ അങ്ങനെ പ്രതികരിച്ചു പോയത് എന്തുകൊണ്ടാണ്? നമ്മുടെ മൈൻഡിന് ചിന്തിക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല, അല്ലെ? ഒരു സംഭവം വന്നു, നമ്മൾ ചാടി കയറി ആ സമയത്ത് നമ്മളെ ചിലപ്പോ ആ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോ നമ്മുടെ എന്താണ് ബ്ലഡ് പ്രഷർ കൂടിയിട്ടുണ്ടാവാം. നമ്മൾ ആ ഒരു ഇൻസിഡന്റ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുത്തി നമ്മൾ ഷൗട്ട് ചെയ്തു. പക്ഷെ ആ ഷൗട്ടിങ് കഴിഞ്ഞ് നെക്സ്റ്റ് മൂമെന്റ് നമ്മൾ ചിന്തിക്കും, റിഗ്രറ്റ് ആണ്, വേണ്ടിയിരുന്നില്ല, നമ്മൾ തമ്മിലുള്ള ബന്ധം അതത്ര മോശമാക്കി, അതുകൊണ്ട് വേണ്ടിയിരുന്നില്ല. നെക്സ്റ്റ് മൊമെന്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ ചിലപ്പോൾ എന്ത് ചെയ്യും, സന്തോഷിപ്പിക്കാൻ പോകും. എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട്, അതായത് ഒരു സംഭവം ഉണ്ടായി, നമ്മൾ നന്നായിട്ട് ഷൗട്ട് ചെയ്തു, അത് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ വേണ്ടിയിരുന്നില്ല. പക്ഷെ ആ ഷൗട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മൈൻഡിന് ചിന്തിക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല. അതായത് എന്താണ്, നമ്മുടെ ബോഡി പെട്ടെന്ന് റിയാക്ട് ചെയ്യും. നമ്മുടെ മൈൻഡ് അവെയർ ആവുന്നതിന് മുമ്പ് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും. ശരിക്കും ഇതെന്താണ്, നമ്മുടെ ഒരു സർവൈവൽ സിസ്റ്റത്തിന്റെ ഒരു റീസൺ കൊണ്ടാണ്. ഇപ്പൊ നമ്മളൊരു ചൂടുള്ള പാത്രത്തില് കൈ കൊണ്ടു, അല്ലെ? നമ്മൾ കൈ വലിച്ച് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴായിരിക്കും ആ ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അങ്ങനെയല്ലേ? പൊള്ളിയിട്ടുണ്ടാവും. ആ ജസ്റ്റ് വലിക്കുന്ന സമയത്ത് നമുക്ക് എന്താ ഒരു ഫീലിംഗും ഇല്ല, ആ പൊള്ളിയ ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അറിയുന്നില്ല. നെക്സ്റ്റ് മൊമെന്റ് നമുക്ക് ആ പുകച്ചില് വരും, അങ്ങനെയല്ല എല്ലാവർക്കും ഫീൽ ചെയ്യാറ്. അതായത് ഫസ്റ്റ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ബോധം നമ്മുടെ വരുന്നില്ല. അതിനുശേഷം ഇതെന്തുകൊണ്ടാണ്, നമ്മുടെ ബോഡിയിൽ
എന്താണ് സർവൈവൽ സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം നമ്മളെ അതായത് നമ്മൾ കാട്ടിൽ കഴിഞ്ഞ കാലം, അതായത് നമ്മളെ ഇങ്ങോട്ടുണ്ടാക്കി നമ്മൾ ഇങ്ങ് വരുന്ന കാലം മുതലേ നമ്മളെ സേഫ് ആയിട്ട് വെക്കുക എന്നതാണ് നമ്മുടെ ബോഡിയുടെ ഉദ്ദേശം. നമുക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാവരുത്. ആ ഒരു നമുക്ക് എന്തെങ്കിലും ത്രെട്ട് വന്നു, നമുക്കൊരു ഇഷ്യൂ വരുന്നു എന്ന് തോന്നിയാൽ അവിടെ നിന്ന് നമ്മളെ സേഫ് ആയിട്ട്, നമുക്ക് ചിലപ്പോൾ സെൽഫ് ലവ് ഒക്കെ കുറവായിരിക്കും, പക്ഷെ ബോഡിക്ക് നല്ല സെൽഫ് ലവ് ഉണ്ട്, നമ്മളെ എന്താണ് അവിടെ നിന്ന് രക്ഷിക്കണം എന്നുള്ള ഒരിത്. ഇപ്പൊ നമ്മള് പറയില്ലേ, എന്താണ് നമ്മള് വെള്ളത്തില് മൂക്ക് പൊത്തി നമ്മൾ ഇരുന്ന് ശ്വാസം പിടിച്ചു വെക്കുന്ന ആ ഒരു ടൈം എത്രയാന്ന് എണ്ണുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മള് കുഞ്ഞു പിള്ളേരാകുമ്പോ നമ്മളൊരു കളി പോലെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. പക്ഷെ ഒരു മൊമെന്റ് വരുമ്പോ നമ്മള് അറിയാതെ ഫോഴ്സ്ഫുള്ളി എഴുന്നേറ്റ് പോകും, അല്ലെ? നമുക്ക് ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ അറിയാതെ അങ്ങ് എണീറ്റ് പോരും, നമുക്ക് ആ ശ്വാസം കിട്ടാത്ത ഒരു മൊമെന്റ് വരുമ്പോ. ഇങ്ങനെയാണ്, അതായത് നമ്മുടെ മൈൻഡ് വിജയിക്കണം. അതായത് കുറേ നേരം, അതായത് ഇപ്പൊ നമ്മളൊരു കളിയായിരിക്കും കളിക്കുന്നത്, ഈ വെള്ളത്തിൽ മുങ്ങി ഞാൻ ഇത്ര നേരം നിൽക്കും, എന്നിട്ട് ഒന്നോ രണ്ടോ, ഇല്ലേ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിക്കുന്ന കളിയല്ലേ ഇത്? ഇല്ലേ, സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയ ചെറുപ്പത്തിലല്ല, ഇപ്പോഴും അങ്ങനത്തെ കളിയൊക്കെ കളിക്കാറുണ്ട്. ആ ഒരു കുട്ടിത്വം ഫീൽ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടാവും, ഇല്ലേ? ഇല്ല ഇവ അങ്ങനെ പോകാറുമില്ല, കളിക്കാറുമില്ല. അപ്പൊ നമ്മൾ എന്താണ്, കുറച്ചു നേരം നമ്മൾ അതിനെ ഇങ്ങനെ ഇതാക്കിയിട്ട് നെക്സ്റ്റ് മൊമെന്റ് നമ്മുടെ മൈൻഡിന് ആഗ്രഹം എന്താണ്, കൂടുതൽ നേരം നിൽക്കണം, എനിക്ക് പ്രൈസ് വാങ്ങിക്കണം, ഞാനാണ് ഏറ്റവും കൂടുതൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പറ്റാത്ത ഒരു മൊമെന്റ് വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പുറത്തേക്ക് പോരും. അതെന്താണ്, നമ്മുടെ ബോഡിയുടെ ഒരു സർവൈവൽ സിസ്റ്റമാണ്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് ബോഡിക്ക് അത്യാവശ്യമാണ്. അപ്പോ നമുക്ക് മൈൻഡിന് അവയർനെസ് കൊടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ത്രെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബോഡി അപ്പോൾ തന്നെ റിയാക്ട് ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മൈൻഡ് ഇത് അറിയാതെ പോകുന്നത്. മൈൻഡിന് അവയർനെസ് ഇല്ല. മൈൻഡിന് അവയർനെസ് വരുമ്പോഴാണ് നമ്മൾ അതേക്കുറിച്ച് ചിന്തിച്ചിട്ട് തീരുമാനം എടുക്കുന്നത്. പക്ഷെ അതല്ലാതെ തന്നെ ബോഡി ഇതിനെതിരെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഒരു സർവൈവൽ സിസ്റ്റത്തിന്റെ പാർട്ടാണ്. അപ്പോൾ എന്താണ് നമ്മുടെ സർവൈവൽ, എന്താണ് നമ്മുടെ നെർവസ് സിസ്റ്റം, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ? ഇപ്പൊ ഞാൻ പറഞ്ഞു, ചൂട് പാത്രത്തിൽ നമ്മൾ തൊട്ടു, അപ്പൊ നമ്മൾ കൈ വലിക്കുന്നു. ആ സമയത്ത് നമ്മുടെ ഇൻഫർമേഷൻ ബ്രെയിൻ വരെ പോകുന്നില്ല, അതിനു മുമ്പ് ബ്രെയിനിൽ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ച് നമുക്ക് ആ ഒരു ബോധം ഫീലിംഗ് ഉണ്ടാവുന്നത്. പക്ഷെ ഇതെന്താണ്, നേരെ നെർവ്സിന്ന് നമ്മുടെ സ്പൈനൽ കോഡ് വരെ വരുന്നു. അപ്പോ തന്നെ കൈ വലിക്കാനുള്ള ഇൻഫർമേഷൻ അത് കൊടുക്കുന്നു, നമ്മൾ കൈ വലിക്കുന്നു. അപ്പൊ അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ അത് ഈ നെർവസ് സിസ്റ്റത്തിലുള്ളത് എന്തൊക്കെയാണ്? ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. ഇത്രയും കാര്യമാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലുള്ളത്. ഈ ബ്രെയിൻ എന്താണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഡിസിഷൻ മേക്കിംഗ്, തോട്ട് എങ്ങനെയാണ് വേണ്ടത്, എങ്ങനെ സോൾവ് ചെയ്യാം, ഇമാജിൻ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ബ്രെയിനിലാണ്. ആ ബ്രെയിനിൽ നിന്നും എന്താണ്, നമുക്ക് അവിടെ നിന്നുള്ള ഒരു ഹൈവേ പോലെയാണ് നമ്മുടെ സ്പൈനൽ കോഡ്. അവിടെ നിന്ന് കാര്യങ്ങൾ കൊണ്ടുവരും. നെർവ്സ് എന്താ, ഇലക്ട്രിക് ഇമ്പൾസ് നമ്മുടെ മസിൽസിലേക്ക്, അതായത് ആ ഒരു ഇത് കൊടുക്കുവാണ്, ഇൻഫർമേഷൻ കൊടുക്കുവാണ് ചെയ്യുന്നത് നെർവ്സ്. ഇലക്ട്രിക് ഇമ്പൾസസ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ആണ് ഇക്കാര്യത്തെ കുറിച്ച് ഡിസിഷൻ അല്ലെങ്കിൽ ഇമാജിനേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ബ്രെയിൻ. അതിൽ നിന്നുള്ള കണക്ഷൻ ആണ് സ്പൈനൽ കോഡ്. പിന്നെ ഉള്ളത് നെർവ്സ്. നെർവ്സ് എന്താണ്, ഇലക്ട്രിക് ഇമ്പൾസസ് ആണ് നൽകുന്നത്. ഇതിനെയാണ് നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോ ഈ നെർവസ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുക അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ്, നമ്മളുടെ ഇമോഷണൽ റെസ്പോൺസസ്, ബോഡി മൂവ്മെന്റ്, എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക, ഹീലിംഗ്, റിക്കവറി, എല്ലാ കാര്യങ്ങളും, അല്ലെ? നമ്മുടെ ഫുൾ ഒരു ബോഡിയുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന, പറയുമ്പോ CPU-നെ കുറിച്ച് പറയുന്ന കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ് CPU എന്ന് പറയും. അതുപോലെ നേരെ തിരിച്ച് നമ്മളെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഈ നെർവസ് സിസ്റ്റമാണ്. നമ്മുടെ മൂവ്മെന്റ്, നമ്മുടെ ഇമോഷൻസ്, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം, നമുക്കൊരു ട്രോമ ഉണ്ടായി, ആ ട്രോമേനെ ഹീൽ ചെയ്യുന്നത്, നമുക്കൊരു ബോഡിക്ക് ഒരു പ്രോബ്ലം വന്നു, അവിടെ നിന്ന് റിക്കവർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഫുൾ നമ്മുടെ കൺട്രോള് ശരിക്കും നെർവസ് സിസ്റ്റത്തിന്റെ കയ്യിലാണ്.
അതിൽ മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ്. ബ്രെയിൻ ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അവിടെ നിന്നുള്ള ഹൈവേ ആണ് നമ്മുടെ സ്പൈനൽ കോഡ്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് നെർവ്സ്. നെർവ്സ് ആണ് ഇലക്ട്രിക് ഇമ്പൾസസ് നൽകുന്നത്. പറഞ്ഞു ബ്രെയിൻ കൺട്രോൾ തിങ്കിങ് ആൻഡ് ഇമോഷൻസ്. സ്പൈനൽ കോഡ് പാത്വേ ബിറ്റ്വീൻ ബ്രെയിൻ ആൻഡ് ബോഡി. ബോഡിയും ബ്രെയിനും തമ്മിലുള്ള പാത്വേ ആണ് സ്പൈനൽ കോഡ്. നെർവ്സ് ക്യാരി സിഗ്നൽസ് ടു മസിൽസ് ആൻഡ് ഓർഗൻസ്. ഓക്കെ, നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് 3 മെയിൻ പാർട്ടുകളാണ്. കാരണം നമ്മൾ ജസ്റ്റ് അതിന്റെ സയൻസ് അറിഞ്ഞാലാണ് നമുക്ക് ആ മൈൻഡും ബോഡിയും തമ്മിലുള്ള കണക്ഷൻ, ഇപ്പൊ നമ്മൾ എന്താ കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെയാണ് കണക്ഷൻ വന്നത് എന്നുള്ളത് അറിയണമെങ്കിൽ ജസ്റ്റ് അതിന്റെ സയൻസ് അറിയണം. ക്ലിയർ അല്ലേ എല്ലാവർക്കും? സയൻസ് കുഴപ്പമില്ലല്ലോ. സയൻസ് ആയതുകൊണ്ട് ഇത്തിരി ബോറിംഗ് ഫീൽ ചെയ്യും. ഓക്കെ അല്ലേ? പക്ഷെ നമ്മൾ ഇത് അറിയുമ്പോഴാണ് നമുക്ക് അതിന്റെ സയന്റിഫിക് തോട്ട്, എന്തുകൊണ്ടാണ് മൈൻഡും ബോഡിയും കണക്റ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് 2 ടൈപ്പിലുള്ള നെർവസ് സിസ്റ്റം മോഡ്സ് ആണ് ഉള്ളത്. സിമ്പതറ്റിക് സിസ്റ്റം ആൻഡ് പാരാസിമ്പതറ്റിക് സിസ്റ്റം. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ് രണ്ടാമത്തത്. പാരാസിമ്പതറ്റിക് സിസ്റ്റം. ഈ സിമ്പതറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഓർ അലേർട്ട് മോഡ്. എങ്ങനെയായിരിക്കും ഈ സിമ്പതറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? നമ്മൾ പണ്ട് കാലത്ത് താമസിച്ചിരുന്നത് എവിടെയാണ്? കാട്ടിലാണ്. അപ്പോ ഫുൾ അലേർട്ട് ആയിട്ടാണ് നമ്മൾ ബോഡി വെക്കാൻ, അതായത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്തിന്റെങ്കിലും ഒരു സൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു എന്ന് തോന്നിയാൽ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് എന്താ, ബോഡി രക്ഷപ്പെടും. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡി അതിനു വേണ്ടി പ്രിപ്പയർ ആയിരിക്കണം. അപ്പൊ നമുക്ക് കൂടുതൽ എനർജി വേണം. അപ്പൊ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എല്ലാം പുറത്തേക്ക് വരുന്നു. നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. നമുക്ക് കൂടുതൽ പവർ വരുന്നു. നമ്മളെ മൊത്തത്തിൽ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ അലേർട്ട് മോഡിലേക്ക് നമ്മളെ മാറ്റുന്നു. അപ്പൊ നെർവസ് സിസ്റ്റത്തിൽ ഫസ്റ്റ് വൺ ആണ് സിമ്പതറ്റിക്. ആ സിമ്പതറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇഷ്യൂ വന്നു, ആ ഇഷ്യൂയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കൂടുതൽ എനർജി വേണം. ഓടി രക്ഷപ്പെടണമെങ്കിൽ എനർജി വേണ്ടേ? ആ സമയത്ത് കൂടുതൽ ബ്ലഡ് ഫ്ലോ വേണം. അപ്പൊ എന്താ, ഹാർട്ട് ബീറ്റ് കൂടണം. എല്ലാ രീതിയിലും നമ്മുടെ ബോഡിയെ ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അതിന് വേണ്ടിയിട്ട് നമ്മളെ പൂർണ്ണമായും സജ്ജമാക്കിയാണ് ഈ സിമ്പതറ്റിക് സിസ്റ്റത്തിന്റെ ആവശ്യകത. അപ്പൊ പാരാസിമ്പതറ്റിക് എങ്ങനെയായിരിക്കും? നമ്മൾ രക്ഷപ്പെട്ട് വന്നു കഴിയുമ്പോൾ ഒരു ആശ്വാസത്തോടെ നമ്മൾ ഇരിക്കില്ലേ? അത് തന്നെ പാരാസിമ്പതറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കാം ആൻഡ് റെസ്റ്റ് മോഡ്. നമ്മൾ നേരെ തിരിച്ച്, ഇപ്പോ ഒരു ഇഷ്യൂ വന്നു, നമ്മൾ ഫുൾ എനർജി എടുത്ത് ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞ് നമ്മള് കാമായിട്ട് വന്നിരിക്കുമ്പോൾ തിരിച്ച് നമ്മുടെ എന്താ, ഹാർട്ട് ബീറ്റ് ഒക്കെ താന്ന് എല്ലാം കുറഞ്ഞ് നമ്മൾ ഭയങ്കര റിലാക്സ് മോഡിലേക്ക് പോകും. അപ്പൊ നെർവസ് സിസ്റ്റം 2 രീതിയിലാണ്, സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക്. സിമ്പതറ്റിക് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആയിരിക്കും, സ്ട്രെസ് മോഡിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അലേർട്ട് മോഡിലായിരിക്കും. പാരാസിമ്പതറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കാം ആൻഡ് റെസ്റ്റ് മോഡ്. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തില് ആക്ടിവേറ്റഡ് ഡ്യൂറിങ് സ്ട്രെസ് ഓർ ഡേഞ്ചർ. നമുക്ക് സ്ട്രെസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം വർക്കിംഗ് ആകുന്നത്. ആ സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും, ബ്രീത്തിങ് കൂടും, മസിൽസ് ഒക്കെ ടൈറ്റ് ആവും, ബോഡി പ്രിപ്പയർ ഫോർ ആക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മള് ജസ്റ്റ് സയൻസാ പറഞ്ഞത്. നമ്മുടെ നെർവസ് സിസ്റ്റം പറഞ്ഞു, ബ്രെയിന്, സ്പൈനൽ കോഡ്, നെർവ്സ്. അത് നെർവസ് സിസ്റ്റം 2 തരത്തിലുണ്ട്, സിമ്പതറ്റിക്, പാരാസിമ്പതറ്റിക്. സിമ്പതറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എന്താണ്, നമ്മള് ഫുൾ അലേർട്ട് ആയിരിക്കുന്ന അലേർട്ട് മോഡിലേക്ക് പോകും. ആ സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്ത് ബ്രീത്തിങ് ഒക്കെ കൂടി നമ്മൾ എന്താണ്, രക്ഷപ്പെടാൻ ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. നെക്സ്റ്റ് പാരാസിമ്പതറ്റിക് മോഡ് പറയുമ്പോൾ നേരെ തിരിച്ച് രക്ഷപ്പെട്ടൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ആശ്വാസമായിട്ടിരിക്കുന്ന ഒരു മോഡ്. ആ സമയത്ത് എന്താ, നമ്മുടെ ഞാൻ സേഫ് ആണ്, നമ്മുടെ ഹാർട്ട് റേറ്റ് എല്ലാം കുറഞ്ഞ് ബ്രീത്തിങ് ഒക്കെ എല്ലാം ഒന്ന് സെറ്റിലായി, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് കാമായിട്ട് പോകുന്ന സമയമാണ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. അപ്പോ സ്ട്രെസ് റെസ്പോൺസ്,
സ്ട്രെസ് റെസ്പോൺസ് ഈസ് ദ ബോഡീസ് ഓട്ടോമാറ്റിക് റിയാക്ഷൻ ടു ഡേഞ്ചർ ഓർ പ്രഷർ. നമുക്ക് എങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ബോഡിയുടെ കൺട്രോൾ. പക്ഷെ ഈ സ്ട്രെസ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാലിറ്റിയിൽ പ്രശ്നമൊന്നുമില്ല. അതായത് നമ്മളൊരു കാട്ടിക്കൂടെ നടന്നു പോവാം, ഒരു സൗണ്ട് കേട്ടു, എന്തായിരിക്കും അപ്പോ നമുക്ക് തോന്നുന്നത്? കാട്ടിൽ കൂടെ, അതായത് നമ്മള് ഒരു പിക്നിക്കിനോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോവാണ്, നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു സൗണ്ട് കേട്ടു. ആ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും? എന്തോ ഒരു സൗണ്ട്, ആ സൗണ്ട് കേൾക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഫീലിംഗ്? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ചെറുതായിട്ട് പേടി തോന്നും. ചെറുതായിട്ട് പേടി തോന്നും. വിമൽ സാറിന് നല്ല ധൈര്യമുള്ള ചെറുതായിട്ട് പേടി തോന്നുള്ളൂ. ഇപ്പൊ ഞങ്ങളൊക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ ടക്ക് ടക്കുന്ന് നെഞ്ചൊക്കെ ഇടിക്കാൻ തുടങ്ങും. ഇനി വല്ല കടുവയും പുലിയൊക്കെ വന്നെയാണോ, എന്തെങ്കിലും പ്രശ്നമാണോ, ഇനി വീട്ടിലേക്ക് മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകൾ പിന്നെ അങ്ങ് മാറും. ഈ വീട്ടിലേക്ക് തിരിച്ചെത്തൂലേ, ഓ ടൂറാന്നൊക്കെ പറഞ്ഞ് വന്നതായിരുന്നു, സന്തോഷിക്കാൻ വന്നതാണ്, പക്ഷെ ഇത് പണി കിട്ടുമോ ഇല്ലേ? നമുക്ക് പരിചിതമല്ലാത്ത ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഈ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്, അല്ലേ? നമ്മള് ഈ ചിന്തയും കഴിഞ്ഞ് നമ്മൾക്ക് അപ്പോഴത്തേക്കും നമ്മുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി, ഈ പറഞ്ഞ പോലെ കൈയും കാലിലൊക്കെ തളരാൻ തുടങ്ങി, ഭയങ്കര പേടി, എന്താ ചെയ്യേണ്ട ആ ഒരു മൂഡിലേക്ക് നമ്മൾ വരും. പക്ഷെ നമ്മുടെ മൈൻഡ് ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അവെയർ ആവുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം സംഭവിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ മൈൻഡ് ഫുൾ എന്ത് ചെയ്യും? അവിടെ ഒന്ന് വീക്ഷിച്ചു, മൈൻഡിന് ആൻസർ കിട്ടി, തൊട്ടപ്പുറം എന്തെങ്കിലും സാധനം വന്ന് വീണതിന്റെയാണ്, വേറെ ഒന്നും, ആ മുകളിലുള്ള ഒരു കൊമ്പ് ഒടിഞ്ഞ് വീണതിന്റെ സൗണ്ട് ആയിരുന്നു, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അതിനു മുമ്പ് ആ സംഭവം അവിടെ അത് വീണതാന്ന് അറിയുന്നതിന് തൊട്ട് മുമ്പാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. അതായത് അവിടെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അതിനു മുമ്പ് തന്നെ നമ്മുടെ ബോഡി എന്ത് ചെയ്തു? പ്രതികരിക്കുക ചെയ്തത്. അതായത് അവിടെ ഇപ്പോ ശരിക്കും ബോഡി ഹാർട്ട് ബീറ്റ് കൂട്ടി ഒരു പ്രശ്നം വന്ന് അതിന് പോകുന്ന അവസ്ഥ ആവശ്യം ഉണ്ടായിരുന്നോ ശരിക്കും ബോഡിക്ക്? ബോഡിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു സൗണ്ട് കേട്ടപ്പോ തന്നെ ബോഡി അതിനു വേണ്ടി ഫുള്ളി പ്രിപ്പയർഡ് ആയി. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണത് തൊട്ടപ്പുറം ഒരു കൊമ്പ് വീണതായിരുന്നു, അത് ചെറിയ സംഭവമുള്ളൂ, അത് എന്റെ ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള സംഭവം ഒന്നും അല്ല എന്നുള്ള ബോധ്യത്തിലേക്ക് ആ ഒരു അവയർനെസ് മൈൻഡ് കൊടുത്തു. അത് കാമായി. അവിടെ കുറെ എനർജി വേസ്റ്റ് ആയി പോയിട്ടുണ്ട്. ആ എനർജി വേസ്റ്റ് ആയി പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്താ പറ്റിയ? ആ മൈൻഡ് അത് കണ്ടുപിടിക്കാനുള്ള ടൈമിന് മുമ്പ് തന്നെ നമ്മുടെ ബോഡി അതിനെതിരെ ഓട്ടോമാറ്റിക് റിയാക്ഷൻ കൊടുത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കേണ്ടി വന്നത്? എന്താ? നമുക്കൊരു നെർവസ് സിസ്റ്റം ഉണ്ട്. ഏത് നെർവസ് സിസ്റ്റം? ഇതിനു വേണ്ടിയിട്ടാണ് ആ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞ്, നമുക്ക് ബോഡിയിൽ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. ഈ സംഭവം ആക്ടിവേറ്റ് ആവുന്നതാണ് നമ്മുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ല. നമ്മുടെ മൈൻഡ് നമ്മൾ പോസ് ചെയ്ത സംഭവം മനസ്സിലാക്കുന്നതിനൊക്കെ മുമ്പ് ബോഡി പ്രതികരിക്കാൻ തുടങ്ങി. ഇതെന്തുകൊണ്ടാണ്? നമ്മുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ആക്ടിവേഷൻ കൊണ്ടാണ് അത് സംഭവിച്ചത്. പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സേഫ് മോഡിലാണെന്നുള്ള ഇൻഫർമേഷൻ ബ്രെയിനിന് കിട്ടി, പാരാസിമ്പതറ്റിക് മോഡ് വർക്ക് ചെയ്തു, നമ്മൾ എന്തായി? കാമായി. അപ്പൊ എന്തിനാണ് ഞാൻ സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും പറഞ്ഞതെന്ന് മനസ്സിലായോ? നമ്മുടെ ഈ ERL ഇതിന്റെ ആവശ്യം, സയൻസ് അതിലേക്ക് കൊണ്ടുവന്നതിന്റെ ആവശ്യം ക്ലിയർ ആയല്ലോ ഇല്ലേ? ഹൗ സ്ട്രെസ് റെസ്പോൺസ് വർക്ക്സ്. ബ്രെയിൻ സെൻസസ് ത്രെഡ്സ്. നമ്മള് റിയാലിറ്റിയിൽ വീണെന്നില്ല, നമ്മള് ത്രെഡ് സെൻസ് ചെയ്യുന്നു. അതായത് ഒരു ആൾക്ക് പാസ്റ്റ് ട്രോമയുള്ള ഒരാൾക്ക് സെയിം ഇവന്റ് വരുമ്പോ, ഹീൽ ചെയ്യാത്ത ഒരു സെയിം ഇവന്റ് വരുമ്പോ ബ്രെയിൻ നിനക്കിട്ട് പണി വരുന്നുണ്ട് എന്നാണ്. പക്ഷെ ഇത് ആദ്യത്തെ കാര്യം, ആ ഒരു ട്രോമയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, ഇതിപ്പോ പ്രസന്റിൽ നടക്കുന്നതാണ് എന്ന് ചിന്തിക്കാൻ മൈൻഡിന് ടൈം കൊടുക്കുന്നില്ല അവിടെ. ക്ലിയർ ആയോ? എങ്ങനെയാണ് ഹീൽ ചെയ്യാത്ത പാസ്റ്റ് ട്രോമ ഉള്ളവർക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതിന് കാരണം എന്താന്ന് വെച്ചാൽ, ആ സെയിം ഇൻസിഡന്റ് വരുമ്പോ ബ്രെയിനാണ് അല്ല നമ്മുടെ മൈൻഡിന് ഇതിപ്പോ വേറൊരു സിറ്റുവേഷൻ ആണ് എന്ന് ചിന്തിക്കാനുള്ള ടൈം കൊടുക്കുന്നില്ല. നമ്മളെ എന്ത് വെച്ചിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? പാസ്റ്റ് ഇൻസിഡന്റ് വെച്ചിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അതായത് പാസ്റ്റ് ഇൻസിഡന്റ് നമുക്കൊരു ത്രെറ്റ് ആയിരുന്നു, ആ ത്രെറ്റിന്റെ ആ മൊമെന്റിൽ ആയിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. കറന്റ്ലി സിറ്റുവേഷൻ മാറി എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ആ ഒരു
സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം വർക്കിംഗ് പെട്ടെന്നായതുകൊണ്ട് നമ്മൾ എന്തായി പോകുന്നു, ആ ത്രെട്ട് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു ഇത് ബോഡിയിലേക്ക് കൊണ്ടുവരുന്നു. അത് ശരിക്കും എന്താണ്, നമുക്കൊരു അലാം, നമ്മുടെ ഇഷ്യൂസ് വരുന്നുണ്ടെന്നുള്ള ഒരു അലാം സിഗ്നൽ ആണ്. ഈ സമയത്ത് നമ്മുടെ എന്താണ് സ്ട്രെസ് ഹോർമോൺസ്, കോർട്ടിസോൾ, അഡ്രിനാലിൻ ഇതുപോലുള്ള ഹോർമോൺസ് നമ്മുടെ ബ്ലഡിലേക്ക് സപ്ലൈ ചെയ്യുമ്പോഴേ, കാരണം നമുക്കൊരു പ്രശ്നം വരിക, നമ്മളെ രക്ഷിക്കുക എന്നത് ബോഡിയുടെ ആവശ്യമല്ലേ, അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഹോർമോൺസ് ആയ കോർട്ടിസോളും അഡ്രിനാലൊക്കെ ബ്ലഡിലേക്ക് വിടും, ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും, ബ്രീത്ത് കൂടും, മസിലൊക്കെ ടൈറ്റൻ ആവും. ഇങ്ങനെയാണ് നമുക്കൊരു സ്ട്രെസ് വരുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു സ്ട്രെസ് സിമ്പതറ്റിക് വ്യവസ്ഥയിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രീസ്. അല്ലെ? ഒരു ഇഷ്യൂ വന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ഏത് രീതിയിലൊക്കെ അതിൽ പ്രതികരിക്കാൻ പറ്റും? എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കിയിട്ടാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഫേസ് കണ്ട് ഇതാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഇതാക്കാൻ സാധിക്കുമായിരുന്നു. ആകെ എനിക്ക് 3-4 പേര് വീഡിയോ ഓൺ ആക്കിയവരെ ഫേസ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, അതുകൊണ്ടാണ്. നമുക്ക് ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ഏത് രീതിയിലൊക്കെ പ്രതികരിക്കാം? ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് പ്രതികരിക്കുന്നത്? ഒന്നെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് ഓടും, ഒന്നല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് ഓടി ഒളിക്കും, അതല്ലെങ്കിൽ അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കും, അല്ലെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്യും, അതല്ലെങ്കിൽ ഇങ്ങനെ നിർവികാരമായിട്ട്, അതല്ലെങ്കിൽ നിർവികാരമായിട്ട് നിൽക്കും. നമുക്ക് സിമ്പതറ്റിക് വ്യവസ്ഥയിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ലൈഫിലുള്ള ഈ സെയിം സംഭവം തന്നെയാണ് സിമ്പതറ്റിക് വ്യവസ്ഥയിൽ നമ്മുടെ ബോഡിയിലും ഇതുപോലുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതായത് 3 രീതിയിലാണ്. ഒന്ന് ഫൈറ്റ്, അതെന്ത് ചെയ്യും, ആ ഒരു പ്രശ്നത്തെ ഫൈറ്റ് ചെയ്ത് നമ്മൾ വിജയിക്കാം എന്നുള്ള രീതിയിൽ മാറും. നെക്സ്റ്റ് ഫ്ലൈറ്റ്, നമ്മൾ എന്താണ് അവിടെ നിന്ന് ഓടി ഒളിക്കാൻ, ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ഓടി ഒളിക്കാന്ന് വിചാരിക്കും. ഫ്രീസ്, ഈ രണ്ടും അല്ലാതെ അത് നമ്മൾ വെറുതെ ഇതായിട്ട് നിൽക്കും. ഫൈറ്റ് റെസ്പോൺസിൽ വരുന്നതാണ് നമ്മൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആങ്കർ ആവും, ഇറിറ്റബിൾ ആവും, ആർഗ്യൂ ചെയ്യും, ഹൈ ടെൻഷൻ ആയിട്ട് അതിനെതിരെ ആ ഒരു സിറ്റുവേഷൻ ഒപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി അതിനെതിരെ പ്രതികരിക്കും കൂടുതലായിട്ട്. എന്നാൽ നെക്സ്റ്റ് ഫ്ലൈറ്റ് ആണെങ്കിലോ ആ ടാസ്ക് ഒക്കെ അവോയ്ഡ് ചെയ്ത് നമ്മൾ എന്താ അതേക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് അതിൽ റെസ്റ്റ്ലെസ് ആയിട്ട്, അതായത് അതിന് ഒപ്പോസ് ചെയ്തല്ല, നമ്മൾ എന്താ റെസ്റ്റ്ലെസ്നെസ്, നമ്മൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് അതിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആയിട്ട് പോകാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫ്ലൈറ്റ് മോഡിൽ വരുന്നത്. നമ്മൾ ആ ഒരു ടാസ്ക്, എന്തെങ്കിലും ഒരു ടാസ്ക് അത് അവോയ്ഡ് ചെയ്ത് അതിൽ നിന്ന് ഒളിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് കൂടുതൽ ആലോചിക്കുന്നു. ഇപ്പൊ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ നമുക്ക് രക്ഷപ്പെട്ടു പോകായിരിക്കും. പിന്നെന്താണ്, നമുക്ക് അതിനെ ഒപ്പോസിറ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാവും? റെസ്റ്റ്ലെസ്നെസ്. നമുക്ക് ഒരു എപ്പോഴും എന്താണ് ഇങ്ങനെ ബുദ്ധിമുട്ടെന്നല്ല, നമ്മൾ ഇങ്ങനെ അത് ഒരു കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പറയില്ലേ ചൊറിഞ്ഞൊറിഞ്ഞിരിക്കുക എന്ന് പറയില്ലേ, അതേ രീതിയിലുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ പക്ഷെ ഈ ഒരു കാര്യം ഫ്ലൈറ്റ് റെസ്പോൺസ് വരുമ്പോൾ നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ആ ഒറ്റ ഒരു കാര്യത്തെ കുറിച്ച് അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങളും മറ്റും ഇങ്ങനെ ചിന്തിച്ച് ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോകാം എന്നുള്ളതായിരിക്കും നമ്മുടെ മെയിൻ ഉദ്ദേശം. ഫ്രീസ് ആണെങ്കിലോ നമ്മള് ഒരു ഇമോഷണൽ നാംനെസ്, നമുക്ക് എന്താണ് ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ നമ്മൾ ജസ്റ്റ് ഷട്ട് ഡൗൺ ആയിട്ട്, അതായത് ഫീലിംഗ് സ്റ്റക്കായി പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ സിമ്പതറ്റിക് വ്യവസ്ഥയിൽ 3 രീതിയിലാണ് ഉള്ളത്: ഫ്ലൈറ്റ്, ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രീസ്. ഇപ്പൊ നമുക്ക് ഫിസിക്കൽ സയൻസ് ഓഫ് സ്ട്രെസ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നതല്ലേ? ഹെഡ് ഏക്ക്, മസിൽ ടെൻഷൻ, അതുപോലെ ഫാറ്റിഗ്, സ്ലീപ്പ് പ്രോബ്ലംസ്, സ്റ്റൊമക് ഡിസ്കംഫർട്ട്. നമുക്ക് സ്ട്രെസ് വരുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ്, ഇല്ലേ? അധികം സ്ട്രെസ് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മിക്കവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഹെഡ് ഏക്കും, മസിൽ ടെൻഷനും, അതുപോലെ സ്ലീപ്പ് പ്രോബ്ലംസ്, സ്റ്റൊമക് ഡിസ്കംഫർട്ടും. നമ്മളിപ്പോ പറയുന്നത് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടാണ്, വയറാണ്. നമുക്ക് ക്രോണിക് സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ
അല്ലെ? മിക്കവരും എന്തെങ്കിലും ടെൻഷനൊക്കെ വന്നു കഴിയുമ്പോൾ അപ്പോൾ തന്നെ ബാത്റൂമിൽ പോകാനുള്ള തോന്നല് ഇല്ലേ? നമുക്ക് ചിലർക്ക് ഫീൽ ചെയ്യാറുണ്ട്. വയറുവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതുപോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ് ഉള്ളവർക്ക് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അബ്ഡോമിനൽ എന്തെങ്കിലും അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഈ സ്ട്രെസ് നമുക്ക് ഫീൽ ചെയ്യണമെന്നില്ല. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഞാൻ തന്നെയാണ്. ഇപ്പൊ എനിക്ക് പ്രശ്നമില്ല. ഞാൻ ജയിൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കതൊരു സ്ട്രെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താണ്. ഞങ്ങൾ കൊറോണ കാലത്തായിരുന്നു ഞാൻ ജയിൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പുതിയ അറ്റ്മോസ്ഫിയർ അതൊക്കെ ഞാൻ അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തൊക്കെയാണ് വർക്ക് ചെയ്തത്. പക്ഷെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ വരുന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ജോലിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു പ്രിസണറും ജയിലിന്റെ ഉള്ളിൽ വെച്ച് മരണപ്പെടാൻ പാടില്ല. കാരണം അവര് പലരും തെറ്റ് ചെയ്തിട്ടാവണമെന്നില്ല വന്നേക്കണത്. എന്തെങ്കിലും കാരണം കൊണ്ട് അവർ കുറ്റം ആരോപിച്ചിട്ട് വന്നതായിരിക്കാം. ചിലപ്പോ ആ സമയത്തെ കയ്യബദ്ധം കൊണ്ട് സംഭവിച്ചതായിരിക്കാം. അങ്ങനെ പല റീസൺസ് ഉണ്ടാവും. അപ്പൊ അവര് ഈ ഒരു ജയിലിലേക്ക് വരുമ്പോ അവര് ഭയങ്കര സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അവർക്ക് ചിലപ്പോ സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ വളരെ കൂടുതലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം, അല്ലാതെ വലിയ വർക്ക് ലോഡൊന്നും ഇല്ല അവിടെ, പക്ഷെ നമുക്ക് തരുന്ന ഈ ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തം തന്നെയാണ്. അവരെ സേഫ് ആയിട്ട്, നമുക്ക് ജയിലിൽ ഒരു പ്രിസണറെ കിട്ടിയാൽ അയാളെ സേഫ് ആയിട്ട് അവിടുന്ന് ഇറക്കി വിടുക എന്നത് തന്നെയാണ്. അതായത് അയാൾ വേറെ ഒന്നും ചെയ്യാതിരിക്കുക എന്നത്. അപ്പൊ നമുക്ക് നൈറ്റ് ഒക്കെ ആണെങ്കിലും ആളുകളെ മാറി മാറി റൊട്ടേറ്റ് ചെയ്ത് ആളെ ഇട്ട, അപ്പൊ ആ ഒരു ഉത്തരവാദിത്തം നമുക്ക് വരുമ്പോ, പുതിയൊരു പ്രിസണർ വന്നു കഴിയുമ്പോൾ ആള് ആ സമയത്ത് അവളുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഇതെല്ലാം നമ്മൾ കാണുകയാണ്. അപ്പൊ നമ്മളുടെ മനസ്സിൽ ഒരു ചെറിയ സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. ഇനി ഇവര് രാത്രി എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്യോ, ഇങ്ങനെയൊക്കെയുള്ള തോട്ടുകൾ നമ്മുടെ മൈൻഡിൽ. കാരണം നമ്മുടെ അടുത്ത് അങ്ങനെ തന്നെ പറയുന്നത്, അവ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ നമ്മള് 24 മണിക്കൂറും കണ്ണിൽ എണ്ണയൊഴിച്ച് അവരെ നോക്കി, അവർ അങ്ങനെ ഒന്നും ചെയ്യാതെ, അവര് തെറ്റ് ചെയ്താണോ ശരിയാണോ എന്താണ് അതിന് ഉള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അവരെ ജയിലിൽ തന്നെ അടയ്ക്കേണ്ട ആൾക്കാരാണെങ്കിൽ അടയ്ക്കുക, അല്ലെങ്കിൽ പുറത്താക്കുക, അത് എന്താണോ വേണ്ട അതൊക്കെ ഓക്കെ. പക്ഷെ നമ്മുടെ മെയിൻ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സേഫ് ആയിട്ട് അവിടെ നിർത്തുകയാണ്. ഇതൊരു സ്ട്രെസ്സാണ്. ആ സമയത്ത് എനിക്കുണ്ടായ ഒരു പക്ഷെ എനിക്കതൊരു സ്ട്രെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ആ സമയത്ത് ഡിയോഡനിറ്റിസ് ഉണ്ടായി. ഡിയോഡനിറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറുകുടലിന്റെ ഉള്ളില് നമ്മുടെ ചെറിയ എന്താണ് കുരുക്കൾ പോലെ വരിക, അല്ലെങ്കിൽ അവിടുത്തെ തൊലി നഷ്ടപ്പെടുക. അതിന് മെയിൻ റീസൺ വേറൊന്നുമല്ല, നമ്മുടെ സ്ട്രെസ് ആണ്. അപ്പൊ ഡോക്ടർ എന്റെ അടുത്ത് ചോദിച്ചു, താങ്കൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ? സ്ട്രെസ്. പക്ഷെ എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല അതൊരു സ്ട്രെസ് ആയിരുന്നു എനിക്കെന്ന്. പിന്നീട് ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ഇതായിരിക്കാം. കാരണം അല്ലാതെ വേറെ ലൈഫിൽ എനിക്ക് സ്ട്രെസ് ഒന്നും, എനിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നീട് ഡോക്ടർ ഇങ്ങനെ ചോദിച്ചു, ഇതുണ്ടാവാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സിൽ നിന്നാണ്. അപ്പോ നമ്മുടെ ഫിസിക്കൽ അസുഖങ്ങളിലേക്ക് സ്ട്രെസ് മാറുന്നുണ്ട്. അതായത് മൈൻഡിലെ പ്രശ്നം നമുക്ക് ഫിസിക്കലായിട്ട് അത് മാറുന്നുണ്ട്. മറ്റേ ഹെഡേക്ക് ഒക്കെ പെട്ടെന്ന് വന്ന് ആ ഒരു സ്ട്രെസ്സിന്റെ ടൈമിൽ ഹെഡേക്ക് വരുന്നു പോകുന്നു. പക്ഷെ ഇത് നമുക്ക് ചിലവർക്കൊക്കെ ഈ ഒരുപാട് സ്ട്രെസ് ഉള്ളവർക്ക് എപ്പോഴും ബാക്ക് പെയിന്, അല്ലെങ്കിൽ സങ്കടങ്ങളും പ്രശ്നങ്ങളിലും കഴിയുന്നവർക്ക് മുട്ടുവേദന, അതായത് നമ്മുടെ ആ മൈൻഡ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മൾ മൈൻഡ് ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ അത് ഹെൽത്തി ആയിട്ട് വെക്കേണ്ടത്, നമ്മുടെ ഫിസിക്കൽ ബോഡി ഹെൽത്ത് ആയിട്ട് ഇരിക്കണമെങ്കിൽ മൈൻഡും ഹെൽത്ത് ആയിരിക്കണം. ഒരു ഹെൽത്തി മൈൻഡ് ഇല്ലാത്തവർക്ക് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഫിസിക്കൽ ഇഷ്യൂസ്, അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നത് ഉറപ്പാണ്. കാരണം അത് രണ്ടും കോ റിലേറ്റഡ് ആണ്. ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ക്രോണിക് സ്ട്രെസ് ഉള്ള ആളുകൾക്ക് ഡിയോഡനിറ്റിസ് വരുന്നു. അല്ലാതെയും വരാം, പക്ഷെ അതിന്റെ മെയിൻ റീസൺ പറയുന്നത് ക്രോണിക് സ്ട്രെസ് തന്നെയാണ്. അപ്പോ നമ്മൾ എന്താണ്, സ്ട്രെസ്സിന്റെ ഫിസിക്കൽ സയൻസ് കണ്ടു. ഇനി എന്താണ് ഇമോഷണൽ സയൻസ് ഓഫ് സ്ട്രെസ്? നമുക്ക് സ്ട്രെസ് വരുമ്പോൾ ആൻസൈറ്റി, ഇറിറ്റബിലിറ്റി, ഫിയർ, അല്ലേ? ഇപ്പോ ഒരാളുടെ അടുത്ത് ഒരു വേദിയിൽ കയറി ഒന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു, പേടിയുള്ള ആളാണെങ്കിൽ എന്താണ്,
ആ ഒരു സ്ട്രെസ് വന്നു കഴിയുമ്പോ അപ്പൊ തന്നെ പേടി, കൈയൊക്കെ വേർക്കുക, കൈയൊക്കെ തടുത്ത് ചിലപ്പോ അങ്ങനെ പലരുടെയും പല രീതിയിലായിരിക്കും ഇത് കാണിക്കുന്നത്, സയൻസ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് സ്ട്രെസ്സിന് പല ഇമോഷൻ സയൻസ് കാണിക്കുന്നുണ്ട്, ഫിസിക്കൽ സയൻസ് വരുന്നുണ്ട്. വൈ ക്രോണിക് സ്ട്രെസ് ഈസ് ഹാർംഫുൾ. അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ലോങ് ടൈം സ്ട്രെസ് മേ കോസ് ബേൺ ഔട്ട്, ഹെൽത്ത് പ്രോബ്ലംസ്, ഇമോഷണൽ എക്സോഷൻ ആൻഡ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ്. നമുക്ക് എന്താണ്, ഒരുപാട് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് ഇപ്പൊ ഞാൻ പറഞ്ഞു രോഗങ്ങൾ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ പ്രോപ്പർ സ്ലീപ്പ് കിട്ടാതെ വരുമ്പോൾ അത് നമ്മുടെ ലൈഫിനെ, ഫിസിക്കൽ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിക്കും. അതുപോലെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, നമുക്ക് ഫുഡ് പ്രോപ്പറായിട്ട് എന്താണ് ഡൈജഷൻ നടക്കില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങള്. പിന്നെന്താണ്, പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത്, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോൾ, അതായത് പ്രോപ്പർ മെന്റൽ ഹെൽത്ത് ഇല്ലാത്തവർക്ക് പല രീതിയിലുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ തന്നെ ഈ സ്ട്രെസ് കാരണം ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോൾ അല്ലാത്ത രോഗങ്ങളും, ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തപ്പോൾ ഏത് രോഗങ്ങളും നമുക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നതനുസരിച്ച് നമുക്ക് മറ്റു രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ വെയിറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഹാർട്ടിന് കംപ്ലൈന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ മസിൽസ്, അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും എന്താണ്, നമുക്ക് ഈ ക്രോണിക് സ്ട്രെസ് കൊണ്ട് നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ ക്രോണിക് സ്ട്രെസ് ഉള്ളവര് നമുക്ക് എന്താണ്, നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കാമാക്കി വെക്കണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള്, ഇപ്പോ ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യുക, റിലാക്സേഷൻ ചെയ്യുക, ബോഡി അവയർനെസ് ഉണ്ടായിരിക്കുക, റെസ്റ്റ് എടുക്കുക, നല്ല രീതിയിൽ സ്ലീപ്പ് ചെയ്യുക, ഗ്രൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യുക. അതായത് നമ്മളെ ചെയ്യുക. അതായത് പെട്ടെന്ന് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, പെട്ടെന്നൊരു ബുദ്ധിമുട്ട്, നമ്മളൊരു എക്സാം എഴുതാൻ പോയിരിക്കുകയാണ്, ആ ഒരു സമയത്ത് അല്ലെ, പിള്ളേര് എക്സാം ഹോളിൽ കയറിയിരിക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് അവർക്ക്, അയ്യോ ക്വസ്റ്റ്യൻ പേപ്പർ ടഫാന്ന് തോന്നുന്നു, ഇതിന് എനിക്ക് എഴുതാൻ പറ്റുമോ. ഫസ്റ്റ് ചിലപ്പോ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ആദ്യത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോ ആ കുട്ടിക്ക് ചിലപ്പോ കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. ആ ഒറ്റ ഒരു റീസൺ മതി, പിന്നീട് ടെൻഷൻ ആവും, ഇതാവും. ആ ടെൻഷൻ റിലീസ് ചെയ്യാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട, ഒന്ന് ബ്രീത്ത് എടുക്കുക, 1-2 ബ്രീത്ത്, നമ്മൾ മൂക്കിലൂടെ ബ്രീത്ത് എടുത്തിട്ട് വായിലൂടെ ഇടുക. ജസ്റ്റ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ പെട്ടെന്നുണ്ടാകുന്ന സ്ട്രെസ് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ റിലാക്സ് ചെയ്യുക. അതുപോലെ നമ്മുടെ ബോഡിയെ കുറിച്ച്, ഞാനിപ്പോ സ്ട്രെസ്ഡ് ആണ്, ഒന്ന് കാം ആവണം, നമ്മളെ ബോഡിയിൽ ഫുള്ള് ആ സ്ട്രെസ് നമ്മളെ ഏത് പോർഷൻ ആണ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു അവയർനെസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പയ്യെ കാമാവാൻ, അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നെർവസ് സിസ്റ്റത്തെ കാമായിട്ട് വെക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് സ്ട്രെസ് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കുറച്ച് ടെക്നിക്സ് പഠിക്കാം. എങ്ങനെയാണ് ഇനി ഇങ്ങോട്ടുള്ളതെല്ലാം ഓരോ ടെക്നിക്സ് ആണ്. 3 ബ്രീത്ത് റീസെറ്റ്. അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ആദ്യം പറഞ്ഞ എന്താ, മൈൻഡും ബോഡിയും കണക്റ്റഡ് ആണ്. നെർവസ് സിസ്റ്റത്തിന്റെ പാർട്സ് പറഞ്ഞു. നെർവസ് സിസ്റ്റത്തിന്റെ 2 ആക്ഷൻസ്, സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും പറഞ്ഞു. അപ്പോ ഈ സിമ്പതറ്റിക് മൂഡിലിരിക്കുമ്പോഴാണ് നമ്മൾ എന്താണ്, പെട്ടെന്ന് സ്ട്രെസ്ഫുൾ ആയിട്ട് അലേർട്ട് മോഡിലേക്ക് വരുന്നത്. അപ്പൊ ആ നെർവസ് സിസ്റ്റത്തിനെ ഒന്ന് കാം ആക്കണം. എന്തിനാണ് നെർവസ് സിസ്റ്റത്തിനെ കാം ആക്കണത്, ഇങ്ങനെയാണെന്ന് വരെ നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് 3 ബ്രീത്ത് റീസെറ്റ്. നമ്മൾ മൂക്കിലൂടെ, ഒന്നെല്ലാവരും ചെയ്തേ, മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇൻഹേൽ സ്ലോലി ത്രൂ ദ നോസ്, എന്നിട്ട് എന്താണ്, എക്സേൽ ത്രൂ ദ മൗത്ത്. അതായത് നമ്മുടെ ഫുൾ ഇതായിട്ട് നന്നായിട്ട് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക. എന്നിട്ട് എന്താ, എല്ലാവരും ഒന്ന് ചെയ്തേ. ഇപ്പൊ നിങ്ങൾ ആ സയൻസ് ഒക്കെ പഠിച്ചതിന്റെ ഒരു മൈൻഡിൽ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാമാക്കാൻ എല്ലാവരും എന്ത് ചെയ്തേ,
ഒന്ന് ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക, എന്നിട്ട് വായിലൂടെ ഒറ്റയടിക്ക് ഒന്നല്ല ചെയ്യേണ്ടത്. നമ്മൾ വായിലൂടെ എക്സൈൽ ചെയ്ത് തരും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് സ്ട്രെസ് വരുമ്പോൾ ആ സ്ട്രെസ് മാറ്റാനുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഈ 3 ബ്രീത്ത് റിസെറ്റ്. നമുക്ക് എവിടെ വെച്ചും ചെയ്യാം. എന്തെങ്കിലും ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, പെട്ടെന്ന് ഒരു ഇൻഫർമേഷൻ കേട്ടു, അത് നമ്മളെ ഡൗൺ ആക്കി കളഞ്ഞു, അല്ലെങ്കിൽ നമ്മളെ സ്ട്രെസ്ഫുൾ ആക്കിയാൽ ആ നിമിഷം അല്ലെ, നമുക്ക് എപ്പോഴാണ് സ്ട്രെസ് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. ആ സ്ട്രെസ്സിനുള്ള ഒരു ഇൻഫർമേഷനോ കാര്യങ്ങളോ, പക്ഷെ ആ സ്ട്രെസ് നമുക്ക് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ബ്രീത്ത് റീസെറ്റ് ചെയ്യാം. നമ്മൾ എന്താ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു ചെറിയ എന്താണ് റിലാക്സേഷൻ നമുക്ക് കിട്ടും. അടുത്തത് ബ്രീത്തിങ്ങും മൈൻഡും തമ്മിലുള്ള ബന്ധം അല്ലെ. എന്താ ചന്ദ്രകല മാം ബ്രീത്തിങ്ങും മൈൻഡും തമ്മിലുള്ള ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ ബ്രീത്തിങ്ങും മൈൻഡും തമ്മില്? അതായത് നമ്മള് ഫാസ്റ്റ് ആയിട്ട് ചന്ദ്രകല മാം നല്ല ഉറക്കം. ചന്ദ്രകല മാമിന് കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? ഫിസിക്കൽ ഇഷ്യൂസ് നമ്മുടെ മൈൻഡിനെ എന്ത് ചെയ്യും? ഡൗൺ ആകും. അതുകൊണ്ടാണ് അതെനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ ചന്ദ്രകല മാമിന്റെ അടുത്ത് ചോദിച്ചത് ആ ഒരു ക്വസ്റ്റ്യൻ. അതായത് ഫിസിക്കൽ ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഇത് കാണിക്കും. അപ്പൊ നമ്മൾ പഠിച്ച കാര്യത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് അത്. ഞാനപ്പോ ഫസ്റ്റിലെ ആ ഒരു ക്വസ്റ്റ്യൻ ചന്ദ്രകല മാമിന്റെ അടുത്ത് ചോദിച്ചതിന് റീസൺ അതാണ്. കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസിലൂടെയാണ് മാം കടന്നു പോകുന്നത്. അപ്പൊ അത് പക്ഷെ ആ ഫിസിക്കൽ ഇഷ്യൂസ് നമുക്ക് മൈൻഡിനെ ചെറുതായിട്ട് അഫക്റ്റ് ചെയ്താലും നമുക്ക് പവർഫുൾ ആയിട്ട് നിന്ന് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ അതിനുള്ള തെളിവാണ് നമ്മുടെ ചന്ദ്രകല മാം അല്ലെ. ബ്രീത്തിങ്ങും മൈൻഡുമായിട്ട് എന്താണ് ചന്ദ്രകല മാം ബന്ധം? എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രീത്തിങ് പല ടൈപ്പ് ഉണ്ട്. ബോക്സ് ബ്രീത്തിങ് ഉണ്ട്, പിന്നെ ഗ്യാപ്പിട്ടുള്ള ബ്രീത്തിങ് ഉണ്ട്. അതിന് ഓരോന്നിനും ഓരോ ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബ്രീത്തിങ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു വൈഡായിട്ടുള്ള ഏരിയയാണ്. അതിൽ ബോക്സ് ബ്രീത്തിങ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഇതായിട്ട് കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് നല്ലൊരു എഫക്റ്റ് ഉണ്ട് ബോഡിക്ക്. ഓക്കെ, താങ്ക് യു ചന്ദ്രകല മാം. അപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചന്ദ്രകല മാം ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുമ്പോ ഇല്ലേ. ഇപ്പൊ ആ ഒരു ഒറ്റ മൊമെന്റിൽ മാം ചേഞ്ച് വന്നത് ആ ഒരു ബ്രീത്തിങ്ങിലൂടെ അല്ലേ മാം ചേഞ്ച് ആക്കിയത്? നമ്മള് ക്ലാസ്സിൽ തന്നെ എന്താണ് എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കിയാ പോകുന്നത്. കാരണം ഫിസിക്കൽ ഇഷ്യൂസ് ഉള്ള ഒന്ന് മൈൻഡ് ഡൗൺ ആയി. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞപ്പോ നെക്സ്റ്റ് ബ്രീത്ത് എടുത്തു, ആൾ ഓക്കെ ആയി. ആള് നമ്മുടെ അടുത്ത് എന്താണ് പ്രോപ്പർ ആൻസർ പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ ഇതിന്റെ എന്താണ് ഈ ബ്രീത്തിങ്ങിന്റെ റിസൾട്ടും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അതായത് ഫാസ്റ്റ് ബ്രീത്തിങ് നമ്മുടെ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ബ്രീത്തിങ് തന്നെ. സ്ലോ ബ്രീത്തിങ് ആവുമ്പോൾ നമ്മൾ എന്താണ് കാം മോഡിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതുപോലെ ഡീപ് ബെല്ലി ബ്രീത്തിങ് എന്താണ് നമ്മൾ ഒരുപാട് രീതിയിലുള്ള ബ്രീത്തിങ് ഇപ്പൊ ചന്ദ്രകല മാം പറഞ്ഞാലും ഒരുപാട് രീതിയിലുള്ള ബ്രീത്തിങ് ഉണ്ട്. നമ്മുടെ സ്ട്രെസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് മാത്രമാണ് അതിന്റെ. നമ്മൾ ബ്രീത്തിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ക്ലാസ് എടുക്കാനുള്ള അത്രയും വൈഡായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ നമുക്ക് എന്താ അതേക്കുറിച്ച് ഒരുപാട് ഡീപ്പായിട്ട് അറിയണമെന്നില്ല നമുക്ക്. പക്ഷെ നമ്മുടെ ലൈഫിൽ ഉപയോഗപ്പെടുത്താൻ ചെറിയ ടിപ്സ് കാര്യങ്ങൾ ചെറുതായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം. അപ്പൊ എന്താണ് ഡീപ് ബെല്ലി ബ്രീത്തിങ്? നമ്മുടെ എന്താണ് ഒരു കൈ നമ്മുടെ ചെസ്റ്റിൽ വെക്കുക, അടുത്ത കൈ എന്താണ് നമ്മുടെ വയറിൽ വെക്കുക. നമ്മുടെ മൂക്കിലൂടെ നമ്മുടെ ബെല്ലി ഫുൾ ആവുന്നത്, നമ്മുടെ വയറ് ഫുൾ ആവുന്നത് വരെ നമ്മുടെ ഒന്ന് ചെയ്തു നോക്കിയാ നിങ്ങള് കൂട്ടത്തില്. ഒരു കൈ ചെസ്റ്റിൽ, അടുത്തത് വയറിൽ വെക്കുക, എന്നിട്ട് നമ്മുടെ വയറ് ഫുൾ ആവുന്നത് വരെ ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് സ്ലോ ആയിട്ട് മൂക്കിലൂടെ എന്താണ് അത് പുറത്തേക്ക് വിടുക, ഫുള്ളാക്കുക. അപ്പൊ നമ്മൾ അത് ചെയ്യുമ്പോ എന്താണ് ആ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോ ആ എടുക്കുന്നത് നമ്മൾ ഫുള്ളായിട്ട് എന്ത് ചെയ്യാം
അറിയുക, അവെയർ ചെയ്ത് ഉള്ളിലേക്ക് എടുക്കുക. ഒന്ന് ചെയ്ത് നോക്കിയേ എല്ലാവരും. എന്നിട്ട് സ്ലോ ആയിട്ട് പുറത്തേക്ക് വിടാം. എന്ത് എഫക്റ്റാ ഫീൽ ചെയ്തത്? ഇങ്ങനെ ചെയ്തപ്പോ എന്ത് എഫക്റ്റാ ഫീൽ ചെയ്തത്? ജയമാം, എന്ത് എഫക്റ്റാ ഫീൽ ചെയ്തത്? അൺമ്യൂട്ട് ചെയ്ത് പറയാം. ചിലപ്പോ പറയുമ്പോഴേ അവർ അൺമ്യൂട്ട് ചെയ്യുന്നില്ലായിരിക്കും, അതാ കേൾക്കാത്തത്. ആ, ജയമാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ, ഓക്കെ. മാം കുറച്ച് റിലാക്സ് ആവുന്നുണ്ട്. ആ, നമുക്ക് ഒരു ഒത്തിരി സമയം കൊണ്ടുള്ള കാര്യമാണോ? അല്ല, നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യമാണ്. അതായത് നമുക്ക് ഒരു നല്ല സ്ട്രെസ്സിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു, നമ്മുടെ ഫാമിലിയിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്ന് നമ്മൾ മൊത്തം ഡള്ളായിട്ട് നമ്മൾ എന്താണ് ആ ഒരു മൊമെന്റ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ബെല്ലി ബ്രീത്തിങ് ഒന്ന് എടുക്കുക. നമുക്ക് എന്താണ് പ്രോപ്പർ അതിന് വേണ്ട പ്രോപ്പർ റിയാക്ഷൻ നമുക്ക് എന്താ ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യാതെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ റെസ്പോൺസ് നടത്താൻ നമുക്ക് ഒരു അവയർനെസ്. അന്ന് നമ്മൾ ബോഡി ഒന്ന് ഈ ബ്രീത്തിങ്ങിലൂടെ നമ്മളൊന്ന് ബോഡിയെ കാമാക്കുന്നു. അപ്പൊ നമ്മുടെ എന്താണ് സിമ്പതറ്റിക് വ്യവസ്ഥയാണ് ആദ്യം ഡോമിനേറ്റ് ചെയ്തേക്കുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ സേഫ് ആണ് എന്നുള്ള മെസ്സേജ് ബ്രെയിനിന് കൊടുത്ത് അതങ്ങ്, അതായത് നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്തത് ഏത് മോഡിൽ നിൽക്കുമ്പോഴാണ്? സിമ്പതറ്റിക് മോഡിലേക്കാണ്. ആ മോഡിൽ നിന്ന് നമ്മുടെ ബ്രെയിനിനെ ഈ ബ്രീത്തിങ്ങിലൂടെ പാരാസിമ്പതറ്റിക് മോഡിലേക്ക് ചേഞ്ച് ചെയ്തു. നമ്മൾ സേഫ് ആണ് എന്നുള്ളൊരു തോന്നല് വരുത്തി ഒന്ന് സെറ്റ് ആക്കി കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ റെസ്പോൺസ് കൊടുക്കാൻ സാധിക്കും. വിനോദ് സാറ് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. വിനോദ് സാറേ, എന്താണ് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേരെ സാറേ. ആ എക്സസൈസ് ചെയ്തപ്പോ കാം ആൻഡ് റിലാക്സ് എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു വിനോദ് സാർ. നമുക്കപ്പോ ഇപ്പോ സ്ട്രെസ് വന്നാലും നമുക്ക് നല്ല രീതിയിൽ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഡീപ് ബെല്ലി ബ്രീത്തിങ്. അല്ലെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞു ബെല്ലി ബ്രീത്തിങ് തന്നെ വേണമെന്നില്ല, ജസ്റ്റ് എന്താണ് നമ്മള് ഉള്ളിലേക്ക് ബ്രീത്ത് എടുക്കുക വായിലൂടെ. അതായത് സ്ട്രെസ് വരുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ടെക്നിക്കാണ് പറഞ്ഞത്. ഇനി അതിനേക്കാൾ കൂടുതൽ നമുക്ക് കുറച്ചും കൂടെ റിലാക്സേഷൻ കിട്ടാൻ ഡീപ് ബെല്ലി ബ്രീത്തിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി എന്താണ് 4-6 റിലാക്സേഷൻ ബ്രീത്തിങ്. ഈ ബ്രീത്തിങ് തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. 4 8 2 ആ ഒരു രീതിയിലുള്ളതുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ രീതിയിലുള്ള ബ്രീത്തിങ്സ് ഉണ്ട്. എന്താണ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഡിഫറെന്റ് ടൈപ്പ് ബ്രീത്തിങ് കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഓരോ ബ്രീത്തിങ്ങിനും നമുക്ക് അതിന് കിട്ടുന്ന എഫക്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. അതായത് നമ്മൾ 4 സെക്കൻഡ് ഇൻഹെയിൽ കൊണ്ട് നമ്മള് ഇല്ലേ ഇങ്ങനെ നമ്മൾ ചെയ്യാറില്ലേ, ആ രീതിയിലുള്ളത്. അതായത് ഇൻഹെയിൽ ചെയ്യുക, നമ്മൾ ആദ്യം ഇൻഹെയിൽ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എന്താണ് എക്സെയിൽ ചെയ്യുക. റിപ്പീറ്റ് സെവറൽ റൗണ്ട്സ്. നമുക്ക് ബോഡിയിലേക്ക് ഓക്സിജൻ കയറുമ്പോൾ നമ്മുടെ എന്താണ് ആ ഒരു ഫ്ലോ എല്ലായിടത്തേക്കും വരുമ്പോൾ നമുക്ക് എന്താണ് വളരെ ഒരു റിലാക്സേഷൻ എനർജറ്റിക് ആയത്. അതായത് നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, സിമ്പതറ്റിക് വ്യവസ്ഥയെ നമ്മൾ എന്താ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന് ആക്ടിവേറ്റ് ആയിട്ടിരിക്കുന്ന സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ഞാൻ സേഫ് ആണ് അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണ്, ഞാൻ കാം ആണ് എന്നുള്ള രീതിയിലേക്ക് മാറ്റി പാരാസിമ്പതറ്റിക് മോഡിലേക്ക് നമ്മുടെ ബ്രെയിനെ കൊണ്ടുവരാൻ ഏറ്റവും ഹെൽപ്പുള്ള കാര്യമാണ് ഈ ബ്രീത്തിങ്. അതുപോലെ ബോഡി അവയർനെസ്, നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ നമുക്ക് ബോഡി അവയർനെസ് ചെയ്യാം. ഈ നമ്മുടെ ബോഡി സ്കാൻ ജസ്റ്റ് റിലാക്സ് ആയിട്ട് ഇരിക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എല്ലാവരും ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒരു ബോഡി സ്കാൻ ചെയ്ത് നോക്കണം. എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിരുന്നേ. നിങ്ങളുടെ സ്പൈനൽ കോഡ് സ്ട്രൈറ്റ് ആയിട്ട് വെക്കണം. എന്നിട്ട് ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. Take a deep breath in. Hold for a moment. Breathe out slowly. Again. Take a deep breath in. Hold for a moment. Breathe out
സ്ലോലി മൈൻഡും ബോഡിയും പൂർണ്ണമായും റിലാക്സ് ആയിട്ട് വെക്കുക. ശേഷം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കാലുകളിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ 2 കാലുകളിലും ആയിരിക്കണം. ശേഷം പയ്യെ ആ കാലിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ പയ്യെ മുകളിലേക്ക്, ആ തന്തവിരലിന്റെ അവിടെ നിന്ന് വളരെ സ്ലോയില് പയ്യെ പയ്യെ മുകളിലേക്ക് നമ്മളുടെ കാലിന്റെ ഞെരിയാണിയിലൂടെ പയ്യെ കാലിലൂടെ അവിടെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് പയ്യെ പയ്യെ മുകളിലേക്ക് വരിക. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പയ്യെ നിങ്ങളുടെ മുട്ടിന്റെ ഭാഗം വരെ എത്തി. വളരെ സാവധാനം നിങ്ങളുടെ ശ്രദ്ധ മുട്ടിന്റെ ഭാഗത്ത് നിന്ന് പയ്യെ നമ്മളൊരു സ്കാൻ ചെയ്യുന്ന പോലെ നിങ്ങളുടെ ശ്രദ്ധ ആ മുട്ടിന്റെ ഭാഗത്ത് നിന്ന് പയ്യെ പയ്യെ മുകളിലേക്ക് വന്ന് നമ്മുടെ അബ്ഡോമന്റെ പോർഷനിലേക്ക് വരിക. അവിടെ നിന്ന് വളരെ സാവധാനം ഇന്റേണൽ ഓർഗൻസ് എല്ലാം സ്കാൻ ചെയ്ത് നമ്മുടെ വയറിലുള്ള ഓരോ ഭാഗവും, അതായത് അതിൽ വൻകുടല്, ചെറുകുടല്, അതുപോലെ ലിവറ്, കിഡ്നി, ഇങ്ങനെ ഓരോ ഭാഗവും നിങ്ങൾ സ്കാൻ ചെയ്ത് പയ്യെ നിങ്ങളുടെ ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് വരിക. നിങ്ങളുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് നിങ്ങളുടെ ഹൃദയവും ശ്വാസകോശവും എല്ലാം പയ്യെ വളരെ സാവധാനം സ്കാൻ ചെയ്ത് നിങ്ങളുടെ പയ്യെ നിങ്ങളുടെ 2 കൈകൾ ഉൾപ്പെടെ മുകളിലേക്ക് കയറി വന്ന് നിങ്ങളുടെ കഴുത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കഴുത്തിന്റെ ഭാഗത്തായിരിക്കുക. അവിടെ നിന്നും പയ്യെ സ്കാൻ ചെയ്ത് മുകളിലേക്ക് വന്ന് നിങ്ങളുടെ മുഖത്തിന്റെ കീഴ്ത്താടിയല് മുതൽ മുകളിലേക്ക് വായുടെ ഭാഗം, കണ്ണ്, അങ്ങനെ പൂർണ്ണമായും നിങ്ങളുടെ തലയുടെ മുകൾ പറ്റം വരെ ഉച്ചി വരെ സ്കാൻ ചെയ്ത് വരിക. നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും നിങ്ങളുടെ ബോഡിയിലായിരിക്കുക. ആ ബോഡി അനുഭവിക്കുന്ന ആ റിലാക്സേഷൻ അത് പൂർണ്ണമായും അനുഭവിച്ചറിയുക. ആ റിലാക്സേഷന്റെ നിങ്ങളുടെ മനസ്സും ശരീരവും ഒരു തൂവല് പോലെ വളരെ റിലാക്സ് ആയിട്ട് മാറുന്നത് അനുഭവിച്ചറിയുക. ആ റിലാക്സേഷന്റെ ആഴങ്ങളിലേക്ക് പോകുന്നത് നിങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് ബീറ്റ് കുറഞ്ഞ് വളരെ റിലാക്സ് ആയിട്ട് മാറുന്നത് അനുഭവിച്ചറിയുക. ആ ഒരു റിലാക്സേഷനിൽ കുറച്ചു നേരം ഇരിക്കുക. ശേഷം നമ്മളുടെ പ്രസന്റ് സിറ്റുവേഷനിലേക്ക് തിരിച്ചു വരണം. അതിനായി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഒരു ശ്വാസം കൂടി ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ 2 കൈകളും കൂട്ടിത്തിരുമ്മി ചെറു ചൂട് വരുമ്പോൾ കണ്ണിൽ വെച്ച് വളരെ സന്തോഷത്തോടെ കണ്ണുകൾ തുറക്കാവുന്നതാണ്. ഇങ്ങനെ ഫീൽ ചെയ്തു. ദീപ മാം എങ്ങനെ ഫീൽ ചെയ്തത്? ഉറങ്ങിപ്പോവെന്ന് തോന്നി. അത്ര റിലാക്സ്ഡ് ആയി. അപ്പോ നമുക്ക് ഒരു സ്ട്രെസ് വരുമ്പോ നമ്മുടെ ബോഡിയിൽ ഒന്ന് നമ്മൾ ഇത് തന്നെയാണ് ഇപ്പൊ ഞാൻ ചെയ്യിപ്പിച്ചതാണ്. എന്ത്? ബോഡി സ്കാൻ. നമ്മുടെ കാൽഭാഗം തൊട്ട് നമ്മൾ സ്കാൻ ചെയ്ത് വരും പോലെ അത് മാത്രം ചിന്തിക്കാം. എന്തിനാണ് അങ്ങനെ ചിന്തിക്കാൻ പറയുന്നത്? നമ്മുടെ മൈൻഡിലേക്ക് എപ്പോഴും തോട്ട്സ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ തോട്ട്സിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവാതിരിക്കാനാണ് നമ്മൾ കാൽഭാഗം തൊട്ട് മുകളിലേക്ക് പയ്യെ. അപ്പൊ നമ്മുടെ ശ്രദ്ധ എവിടെയാണ്? ആദ്യം കാൽഭാഗത്തുനിന്ന് അവിടെ ആ ഒരു സ്ഥലത്തെ എന്താണ് നമ്മുടെ അതിങ്ങനെ പയ്യെ മുകളിലേക്ക് വരുമ്പോ
നമ്മൾ അതിലായിരിക്കും കോൺസെൻട്രേഷൻ. അപ്പൊ നമ്മുടെ മൈൻഡിലേക്ക് എന്ത് വരില്ല, തോട്ട്സ് വരില്ല. അപ്പൊ ആ സ്ട്രെസ്സിൽ നിന്ന് നമ്മൾ റിലാക്സ് ആയി നമുക്ക് വളരെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഫീല് കിട്ടും. ഇല്ലേ? നല്ല രീതിയിൽ റിലാക്സ് ആയില്ലേ? അനഘ എങ്ങനെയുണ്ട്? ഞാൻ വീഡിയോ ഓൺ ആക്കാത്തോണ്ട് ആളെ കണ്ടില്ല. എങ്ങനെയുണ്ട് ഇത് ചെയ്തിട്ട്? ബോഡി അവയർനെസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു. പറഞ്ഞ പോലെ ഉറങ്ങിപ്പോകുമെന്ന് തോന്നി. അപ്പൊ ഇതുപോലെ നമുക്കൊരു സ്ട്രെസ് വരുമ്പോ, നമുക്ക് സാധാരണ സ്ട്രെസ് വരുമ്പോ എന്താണ്, നമുക്ക് ആ റിലാക്സ് ആവാൻ പറ്റില്ല. നമ്മൾ കിടന്നാലും നമുക്ക് എന്താണ്, ആ ഒരു കാര്യം മനസ്സിലേക്ക് തികട്ടി തികട്ടി വരും. അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ഹെവിനെസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. ഇതെല്ലാം പോയി നമ്മുടെ ബോഡി വളരെ റിലാക്സ് ആകാൻ നമുക്ക് ബോഡി സ്കാന് വളരെ അധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ചെയ്തത് തന്നെയാണ് എന്ത്, ബോഡി സ്കാൻ. ഇനി അടുത്തതാണ് റിലാക്സേഷൻ ടെക്നിക്സ്. നമ്മൾ കൗൺസിലിംഗുകളൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ. അതുപോലെ നമ്മുടെ ഗൈഡഡ് റിലാക്സേഷൻസ്, നമ്മുടെ മെഡിറ്റേഷൻ, പല മെഡിറ്റേഷൻ ഗൈഡഡ് മെഡിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി അവൈലബിൾ ആണ് ഒരുപാട് ഗൈഡഡ് മെഡിറ്റേഷൻസ് കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം നമ്മുടെ റിലാക്സേഷന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യുന്നതാണ്. ഞാൻ പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ PMR എന്നാണ് അറിയുന്നത്. കൗൺസിലിംഗിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് PMR. അപ്പൊ ജസ്റ്റ് ഞാൻ അതും കൂടെ ഒന്ന് പറയാം. അപ്പൊ നമ്മൾ ബോഡി സ്കാൻ ചെയ്തില്ലേ, അതുപോലെ തന്നെയുള്ളതാണ് PMR. ജസ്റ്റ് ഞാനത് പറയുവാണെങ്കിൽ നമുക്ക് PMR എന്താണെന്ന് ക്ലിയർ ആയിട്ട്, അല്ല നിങ്ങളൊന്ന് ചെയ്യുകയാണെങ്കിൽ PMR എന്താണെന്ന് കറക്റ്റ് ക്ലിയർ ആവും. അതും കൂടെ ഒന്ന് ചെയ്താലോ? റെഡി അല്ലേ? ജയമം റെഡി അല്ലേ? നമ്മള് പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും PMR Ready, ma'am. എന്താണെന്ന് അറിയായിരിക്കും. കാരണം കൗൺസിലിംഗിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ആങ്സൈറ്റി, സ്ട്രെസ് കാര്യങ്ങൾ വരുമ്പോൾ യൂസ് ചെയ്യുന്ന എന്താണ് ജയമ? ക്ലിയർ ആയില്ല പറഞ്ഞത്. ചെയ്യാന്നാ പറഞ്ഞു മാം. ഓക്കെ, എന്താണ് നമുക്ക് ചെയ്യാന്നാ പറഞ്ഞു. ബാക്കി അറിയില്ലാത്തവർക്ക് വേണ്ടിട്ട് ചെയ്യാന്ന്. ഓൾറെഡി അറിയാവോ എന്താണ് PMR എന്ന്? ഇല്ല മാം. ഇല്ല. പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ നമ്മൾ കൗൺസിലിംഗിൽ സ്ട്രെസ്, ആങ്സൈറ്റി വരുമ്പോൾ ഏറ്റവും കൂടുതൽ, ബാക്കിയുള്ളതിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ ആണ്, PMR. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ PMR ചെയ്യുമ്പോൾ ഇത്രയും സിമ്പിൾ സംഭവമാണോ എന്ന് പലപ്പോഴും തോന്നിപ്പോകും. പക്ഷെ ഇതിന്റെ എഫക്റ്റ് വളരെ വലുതാണ്. ഈ പറഞ്ഞ പോലെ പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ ആ ഒരു മൂഡിലിരുത്തി കൗൺസിലേഴ്സ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് അത് കിട്ടുന്നത്. ഇത് വീട്ടിൽ വന്നിട്ട് നമ്മൾ സ്വന്തം ചെയ്യുമ്പോൾ, ഓൾറെഡി സ്ട്രെസ്സിൽ നിൽക്കുമ്പോൾ നമുക്കത് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഹൈലി സ്ട്രെസ് ആയിട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളായിട്ട് വരുന്ന ഒരു ക്ലയന്റിനെ നമ്മൾ അവിടെ ഇരുത്തി PMR ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ ഒരു ക്ലയന്റ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് അവർക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു നീഡ് ഉണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ തിരിച്ച് അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് എത്തിക്കഴിയുമ്പോൾ അവരെ കൂടുതൽ ആ സ്ട്രെസ്സിലും ആങ്സൈറ്റിയിലും നിൽക്കുമ്പോൾ അവർക്കത് പ്രോപ്പറായിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മള് ഈ പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ അവിടെ വെച്ച് നമ്മുടെ സെന്ററിൽ വെച്ചിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഒക്കെ ചെയ്യിപ്പിച്ച് അവർക്ക് അതിന്റെ ആ ഒരു എഫക്റ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് ആ നീഡും കൂടെ ഉള്ളപ്പോൾ അവർക്ക് വീട്ടിൽ പോയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കൗൺസിലിംഗ് ചെയ്യുന്നവർക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂള് തന്നെയാണ് പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ. അപ്പോൾ നിങ്ങളൊന്ന് ഇപ്പൊ ചെയ്തതുപോലെ തന്നെ ഒന്ന് കാമായിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കുക. സ്പൈൻ എന്താണ് സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് ഓപ്പൺ പോസ്റ്ററിൽ, അതായത് കൈ കാലൊന്ന് ക്രോസ് ചെയ്ത് വെക്കരുത്. ഓപ്പൺ ആയിട്ട് നമ്മളൊന്ന് വെക്കുക. ദെൻ നിങ്ങളുടെ കണ്ണുകൾ ക്ലോസ് ചെയ്യുക. ഹോൾഡ് ഫോർ എ മൊമെന്റ്. ബ്രീത്ത് ഔട്ട് slowly. Again, take a deep breathing. Hold for a moment. Breathe out slowly. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം കൊണ്ടുവരിക. ആ ശ്വാസം മൂക്കിലൂടെ എടുക്കുമ്പോൾ അതിന്റെ ആ ഒരു തണുപ്പ് അത് ഫീൽ ചെയ്യുക. അത് നിങ്ങളുടെ ശ്വാസകോശത്തിൽ വന്ന് നിങ്ങളുടെ ശ്വാസകോശം വികസിക്കുന്നത് അത് ഫീൽ ചെയ്യുക.
ശേഷം നിങ്ങളുടെ മൂക്കിലൂടെ ആ ചൂട് കാറ്റ് തിരിച്ചു പോകുന്നത് ഫീൽ ചെയ്യുക. റിലാക്സ്, റിലാക്സ് യുവർ മൈൻഡ്, റിലാക്സ് യുവർ ബോഡി. നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും നിങ്ങളുടെ കാലുകളിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ 2 കാൽ പാദത്തിലേക്കും നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും കൊണ്ടുവരിക. ഈ 2 കാൽ പാദവും ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. നിങ്ങളുടെ ശ്രദ്ധ അതിനുശേഷം നിങ്ങളുടെ കാലിന്റെ മുകൾ ഭാഗത്തുള്ള ആ നിര്യാണിയിലേക്ക് കൊണ്ടുവരിക. ആ ഒരു പോർഷൻ ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം ഫുൾ റിലാക്സ് ആക്കുക. ശേഷം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ 2 മുട്ടിലേക്കും കൊണ്ടുവരിക. നിങ്ങളുടെ 2 മുട്ടും ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം ഒന്ന് റിലാക്സ് ആക്കുക. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ 2 തുടയിലേക്കും കൊണ്ടുവരിക. നിങ്ങളുടെ തുട ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. അതിനുശേഷം ശ്രദ്ധ നിങ്ങളുടെ അടിവയറ്റിലേക്ക് കൊണ്ടുവരിക. അടിവയറ്റിലുള്ള ഓരോ മസിൽസും ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. അതിനുശേഷം നിങ്ങളുടെ ശ്രദ്ധ മുകൾ ഭാഗത്തെ വയറിലേക്ക് കൊണ്ടുവരിക. അവിടെയുള്ള ഓരോ മസിൽസും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും നെഞ്ചിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അവിടെയുള്ള ഓരോ മസിൽസും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ 2 കൈകളിലേക്കും കൊണ്ടുവരിക. നിങ്ങളുടെ 2 കൈകളും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും കഴുത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. ആ ഭാഗത്തുള്ള ഓരോ മസിൽസും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും മുഖത്തെ പേശികളിലേക്ക് കൊണ്ടുവരിക. മുഖത്തെ പേശികൾ ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ തല പൂർണ്ണമായും തലയിലേക്ക് കൊണ്ടുവരിക. തല പൂർണ്ണമായും ഒന്ന് ടൈറ്റ് ചെയ്ത് റിലാക്സ് ആക്കുക. ശേഷം നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും നിങ്ങളുടെ ബോഡിയിലേക്ക് കൊണ്ടുവന്ന് ബോഡി മുഴുവനായും ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. നിങ്ങളുടെ ശരീരം ഒന്നുകൂടി പൂർണ്ണമായും ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. Relax your mind. Relax your body. Relax. Relax. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിൽ കൊണ്ടുവരിക. വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ശേഷം നിങ്ങളുടെ കൈകൾ രണ്ടും ഒന്ന് കൂട്ടിത്തിരുമ്മി ചൂട് വരുത്തി കണ്ണിൽ വെച്ച് ചെറുപുഞ്ചിരിയോടെ കണ്ണുകൾ തുറക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ചെയ്തപ്പോ ചിലപ്പോൾ അതത്ര
അയ്യോ ഇത്രയും കുഞ്ഞു സംഭവത്തിനാണോ ഈ ഒരു പേര് പറഞ്ഞ് എന്ന്, ഇത്രയും വലിയതായിട്ട് പറഞ്ഞു എന്ന് തോന്നും. പക്ഷെ കൗൺസിലിംഗിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്, ഏറ്റവും എഫക്റ്റീവ് ടൂളാണ്. നമ്മള് പല കൗൺസിലിങ്ങിനും പോകുന്നത് നല്ല എമൗണ്ട് കൊടുത്തിട്ടൊക്കെയാണ്. അവിടെ ചെല്ലുമ്പോൾ ഫസ്റ്റ് സെഷനിലൊക്കെ ചെല്ലുമ്പോൾ, കാരണം ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെങ്കിൽ ആ ഒരു കൗൺസിലർ ചെയ്യുന്നത് ഈ പോസിറ്റീവ് പ്രോഗ്രസീവ് മസ്കുലർ, അതായത് നമ്മുടെ മസിൽസിനെ എന്താ ചെയ്യുക, ടൈറ്റ് ചെയ്യിക്കുക, റിലാക്സ് ചെയ്യുക. ഒരു ഓർഡറിൽ നമ്മൾ ബോഡി ഫുള്ള് നമ്മൾ എന്താണ് ടൈറ്റ് ചെയ്യിപ്പിക്കുക, റിലാക്സ് ചെയ്യിക്കുക. ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സ്ട്രെസ് പോയി, ഒരു ആങ്സൈറ്റി കുറഞ്ഞ് ആ ഒരു കൗൺസിലർക്ക് ആ ഒരു ക്ലയന്റുമായിട്ട് സംവദിക്കാനുള്ള ഒരു രീതിയിലേക്ക് മാറാൻ ഈ ഒരു സംഭവം വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ സംഭവം അത്രയും സിമ്പിൾ ആണ്, പക്ഷെ ഇത് അത്രയും എഫക്റ്റീവ് ടൂള് തന്നെ ആണ്. അപ്പോ നമ്മൾ ഇന്ന് കിട്ടിയ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിലെ ടേക്കേഴ്സ്? മൈൻഡ് ആൻഡ് ബോഡി, മൈൻഡ് ബോഡിയെയും ബോഡി മൈൻഡിനെയും, ഒരാള് അങ്ങോട്ട് മാത്രമല്ല. ചന്ദ്രകല മാം ക്ലിയർ ആയില്ലേ എന്തുകൊണ്ടാണ് ബോഡി മൈൻഡിനെയും മൈൻഡ് ബോഡിയെയും അഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത്? ക്ലിയർ ആയില്ലേ? അതെ അതെ, ക്ലിയർ ആയി. അതായത് നമ്മുടെ ആ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു രീതി കൊണ്ട് നമുക്ക് എന്താണ്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മുടെ മൈൻഡിനെയും, മൈൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മുടെ ബോഡിനെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എന്താണ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമ്മൾ അതിനെ പ്രോപ്പർ രീതിയിൽ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. അതായത് നമ്മുടെ ബോഡിയിലാണ് നമ്മുടെ സ്ട്രെസ് ഇരിക്കുന്നത്. അപ്പൊ ബോഡി ഒന്ന് റിലാക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡും എന്താവും, റിലാക്സ് ആവും. അതായത് ബ്രീത്തിങ് ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കാമിങ് ടൂള്. കാമിങ് ദ ബോഡി കാംസ് ദ മൈൻഡ്. നമ്മുടെ ബോഡി കാമായി കഴിയുമ്പോൾ മൈൻഡ് കാമാവും, നമ്മുടെ മൈൻഡ് കാമായി കഴിയുമ്പോൾ നമ്മുടെ ബോഡി കാമാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും ഇത് രണ്ടും തമ്മില് എന്താണ് അഭേദ്യമായ ബന്ധമാണ്. മൈൻഡ് ഒന്ന് ഡൗൺ ആയാൽ നമ്മുടെ ബോഡി ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ്, ഒരെണ്ണം ഡൗൺ ആകുമ്പോൾ മറ്റതിനെ നമ്മൾ അപ്പാക്കി മാറ്റുക. അപ്പൊ എന്താണ്, ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ചന്ദ്രകലാമാം പറഞ്ഞ ടൂൾ അതാണ്. അതായത് ചന്ദ്രകലാമിന്റെ ബോഡി ഒന്ന് വീക്ക് ആയപ്പോ മൈൻഡ് പവർഫുൾ ആയി. ആ പവർഫുൾനെസ് എങ്ങോട്ട് റേഡിയേറ്റ് ചെയ്തു? ബോഡിയിലേക്കും റേഡിയേറ്റ് ചെയ്തു. അപ്പൊ ബോഡിയിലെ ഉണ്ടായ പ്രോബ്ലത്തെ എന്താണ് റിമൂവ് ചെയ്യാൻ, പൂർണ്ണമായും ഒഴിവാക്കാനല്ല, എന്നാൽ അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചു. അതല്ലേ ചന്ദ്രകലാമാമിന് സാധിച്ചത് ലൈഫില്? അപ്പോ നമ്മുടെ മൈൻഡിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിലേക്കും, ബോഡിയിലുള്ള പ്രശ്നങ്ങൾ മൈൻഡിലേക്കും പോകും. അപ്പൊ എന്താണ്, നമുക്ക് എന്തെങ്കിലും ഫിസിക്കൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മൈൻഡ് പവർഫുൾ ആയിട്ട് വെക്കുക. ആ മൈൻഡ് പവർഫുൾ ആയിട്ട് വെക്കുമ്പോൾ അത് എങ്ങോട്ട് റേഡിയേറ്റ് ചെയ്യും? ബോഡിയിലേക്ക് റേഡിയേറ്റ് ചെയ്ത് ബോഡിയിലെ ഇഷ്യൂസിനെ അത് റിസോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. തിരിച്ചു നമുക്ക് എന്താണ്, മൈൻഡിന് ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ബോഡി ഡൗൺ ആയി പോവാതെ നമ്മൾ ബോഡി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് അത് നല്ല രീതിയിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ മൈൻഡിനെ പ്രോപ്പർ ആക്കാനും സാധിക്കും. അപ്പൊ എന്താണ്, ഒരിടത്ത് ഇഷ്യൂ വരുമ്പോൾ മറ്റത് പവർഫുൾ ആക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഇതിനെയും കൂടെ ഹെൽപ്പ് ചെയ്യും. നമ്മള് ഒരെണ്ണത്തിന് താഴേക്ക് പോകുമ്പോൾ മറ്റതും താഴേക്ക് പോകും. അപ്പൊ എന്താണ്, ഒരെണ്ണം താഴേക്ക് പോകാന്ന് പറയുമ്പോൾ മറ്റത് എന്താണ്, പവർഫുൾ ആക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനെയും അത് ഉയർത്തിക്കൊണ്ടുവരും. രണ്ടും കോറിലേറ്റഡ് ആണ്. അപ്പോ മൈൻഡും ബോഡിയും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായ ബന്ധം ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് എല്ലാവർക്കും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ഉണ്ട് എന്നുള്ള ക്ലാരിറ്റി കിട്ടിയെന്ന് കരുതുന്നു. അതായത് എന്താണ്, യു ക്യാൻ ട്രെയിൻ യുവർ നെർവസ് സിസ്റ്റം ടു ഫീൽ സേഫ് അഗെയിൻ. നമുക്കൊരു സ്ട്രെസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ സിമ്പതറ്റിക് വ്യവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യുക, അത് ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കാതെ നമ്മൾ സേഫ് ആണ് എന്നുള്ളൊരു തോട്ട്, അതായത് ആ സിമ്പതറ്റിക് വ്യവസ്ഥയിൽ നിന്ന് പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിലേക്ക് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താണ്, കാം ആയിട്ടിരിക്കാൻ സാധിക്കും. അതായത് സ്മോൾ ഡെയിലി പ്രാക്ടീസസ് ക്രിയേറ്റ് ബിഗ് ചേഞ്ചസ്. നിങ്ങൾ ഈ പറഞ്ഞ ബ്രീത്തിങ് ടെക്നിക്സ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ചേഞ്ചസ്, ഫസ്റ്റ് ടൈം ഇതൊന്നും ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങൾ ഫീൽ ചെയ്യില്ല. മെഡിറ്റേഷൻ ആവട്ടെ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ആവട്ടെ, എന്തും ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും എഫക്റ്റീവ് ടൂളായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ അത് നമ്മൾ ചെയ്ത് അതിന്റെ എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂള് തന്നെ ആയിരിക്കും.
അപ്പൊ മൈൻഡും ബോഡിയും തമ്മിലുള്ള കണക്ഷൻ ശ്ലേഖ മാം ക്ലിയർ ആയോ? എങ്ങനെയാണ് മൈൻഡ് ബോഡിയിലേക്കും ബോഡി മൈൻഡിലേക്കും ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ക്ലിയർ ആയോ ശ്ലേഖ മാം? എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? കേട്ടുള്ളൂ ഏ? ക്ലിയറായി മാം. നല്ല അപ്പൊ പിടുത്തമുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമ്മൾ ഇന്നെല്ലാം ചെയ്തു പോയത് കൊണ്ട് ഒരു 9:34 4 മിനിറ്റ് ഒന്ന് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് കേറിയപ്പോ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് നമ്മൾ കേറിയത്. സോറി. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആയി എങ്കിൽ തരാം മാം. ഓക്കെ അല്ലേ? വിനോദ് സാർ, ദീപ മാം, എല്ലാവർക്കും ഓക്കെ അല്ലേ? വിമൽ സാർ ക്ലിയർ അല്ലേ? പിന്നെ നന്നായിട്ടുണ്ടായിരുന്നു. കൊള്ളാം. ഓക്കെ. അപ്പോ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. താങ്ക് യു എവരിബഡി. ഓവർ ടു യു അനിൽ സർ. താങ്ക് യു ഷബാസ് മാം. അപ്പൊ 6ാമത്തെ ദിവസം നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി. 6 4 6 ഗുണം 4 എത്ര? 24 അല്ലേ? അപ്പൊ നമ്മുടെ 24 സെഷനിൽ 6 കംപ്ലീറ്റഡ് ആക്കി. അപ്പൊ പ്രൗഡ് ഓഫ് ഓൾ പാർട്ടിസിപ്പൻസ്. കാരണം അതൊരു ചെറിയ കാര്യമല്ല. 6 ദിവസം അല്ല വീഡിയോയിൽ കേട്ടു. ഒരു ക്ലാസ്സും മിസ്സാക്കരുത്. ഏതെങ്കിലും ക്ലാസ് മിസ്സായാൽ വീഡിയോയിൽ കേൾക്കുക. നമുക്ക് ഇതുപോലെ കേൾക്കുന്ന ഒരു എക്സ്പീരിയൻസ് യൂട്യൂബ് കണ്ടാൽ ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്കൊരു ഇങ്ങനെ ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളല്ലോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ എല്ലാവരും നമുക്കിന്ന് വളരെ സന്തോഷകരമായ ദിവസം. അപ്പം ഞാനിങ്ങനെ SNS PNS അല്ലേ, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, അതൊക്കെ നിങ്ങൾ പഠിച്ചു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലൊന്ന് ഓർക്കുക. ആ ബുക്കൊക്കെ എടുത്തൊന്ന് റെഫർ ചെയ്യുക. വെറുതെ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന പോലെ പഠിക്കുക. അപ്പൊ നമ്മൾ എന്താ, എവരി ടൈം എ ലേണർ, ഒരു ലേണർ ആകുക. നമ്മൾ ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു റീഡർ ആയിരിക്കണമെന്നാണ് വേണം. അതുപോലെ തന്നെ നമ്മളും ലേണർ ആവുന്നു, റീഡർ ആവുന്നു. അപ്പൊ ജസ്റ്റ് ഒരു 3 അഫർമേഷൻ എടുത്തുകൊണ്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഐ ആം പവർഫുൾ. ഒന്നിങ്ങനെ വെറുതെ പറഞ്ഞു, ഐ ആം പവർഫുൾ. ഐ ആം പവർഫുൾ. ഫീൽ ചെയ്ത് പറയാം. ഫീൽ ഇറ്റ്, സീ ഇറ്റ് ആൻഡ് ആക്ട് ഇറ്റ്. ഐ ആം പവർഫുൾ. ഐ ലവ് മൈ ബോഡി. I love my body. I have the power to create my dream life. I have the power to create my dream life. I choose love over fear. I choose love over fear. I choose love over fear. I am powerful when I respect myself. I am powerful when I respect myself. Once again repeat. I am powerful when I respect myself. അപ്പം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, റെസ്പെക്ട് ചെയ്യുക, അപ്പോൾ പവർഫുൾ ആകും. അപ്പോൾ ഗുഡ് നൈറ്റ്.